സ്നേഹം നിർവചിക്കാൻ ഇത്രമേൽ പ്രയാസമുള്ള മറ്റൊരു പദം ഒരു ഭാഷയിലും കാണാനിടയില്ല. കമിതാക്കളോട് ചോദിച്ചാൽ എത്രമേൽ അകലത്തിരുന്നാലും പരസ്പരം ശൂന്യതയിലൂടെയും പ്രസരിച്ചെത്തുന്ന ഊർജ പ്രവാഹമാണ് അതവർക്ക്. സ്നേഹം എന്താണ് എന്ന് നമ്മൾ ഒരമ്മയോട് ചോദിച്ചാൽ അത് പ്രാണൻ കൊടുത്തും കുഞ്ഞിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാനുള്ള വെമ്പലാണ്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് കവി. പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകർ പക്ഷേ സ്നേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ബയോളജിക്കൽ ബ്രൈബറി എന്നാണ്. പരിണാമത്തിൻ്റെ നാൾവഴികളിൽ നമ്മൾ തളർന്നു വീണു പോകാതിരിക്കാൻ വേണ്ടി വാസോപ്രസിനും ഡോപ്പമിനും ഓക്സിറ്റോസിനും എല്ലാം കൂട്ടിക്കലർത്തി പ്രകൃതി തയ്യാറാക്കിയ ഒരു കോക്ടെയിൽ. അതിജീവനത്തിനു വേണ്ടി പ്രകൃതി ഇങ്ങനെ കോക്ടെയിൽ കലക്കി നൽകിയതിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ നമുക്ക് മനുഷ്യരിൽ മാത്രമല്ല കാണാനാവുക. അകാലത്തിൽ മരണപ്പെട്ട ആനക്കുട്ടിയെ കഴുതപ്പുലികൾ കടിച്ചു കീറാതിരിക്കാൻ ദിവസങ്ങളോളം ആ ജഡത്തിന് കാവൽ നിൽക്കുന്ന പിടിയാനകളും കിലോമീറ്ററുകൾ താണ്ടിപ്പറന്ന് വർഷാവർഷം ഒരേ ഇണയെ സന്ധിക്കുന്ന ആൽബട്രോസുകളും തണുപ്പുകാലത്ത് പരസ്പരം കെട്ടിപ്പുണർന്നു കിടന്ന് ചൂടുപകരുന്ന പ്രയറി വോളുകളുമെല്ലാം ഇതേ സ്നേഹത്തിന്റെ പ്രയോക്താക്കളാണ്. എന്നാൽ മനുഷ്യ പ്രജാതിയിലെ പരസ്പര സ്നേഹം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അടങ്ങാത്ത സ്നേഹത്തിന്റെ പെരുങ്കടൽ തുളുമ്പുന്ന നെഞ്ചിൽ തന്നെ നിഗ്രഹോത്സുകതയും കുടിയിരിപ്പുണ്ട്. നിദ്രാവിഹീനമായ എത്രയെത്ര രാത്രികളാണ് അത് നമ്മൾ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ശിലായുഗം തൊട്ട് ഇങ്ങോട്ട് എത്രയെത്ര ചുവരുകളിലാണ് അത് പേരുകൾ കോറിയിട്ടുള്ളത്. ഇഷ്ടകാമിനി പരിഗ്രഹത്തിനു വേണ്ടി എത്രയെത്ര മഹായുദ്ധങ്ങളാണ് ചരിത്രത്തിൽ അരങ്ങേറിയിട്ടുള്ളത്. കിട്ടാതെ പോയ സ്നേഹത്തിന്റെ പേരിൽ എത്രയെത്ര പേരാണ് ഇരുട്ടുമുറിയിൽ കയറി വാതിലടച്ചിരുന്ന് നിശബ്ദമായി കണ്ണീർ വാർത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ആരംഭം എവിടെ നിന്നാണ്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ പുൽമേടുകളിലൊന്നിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഹയ്ക്കുള്ളിൽ മനുഷ്യരൂപമാർജിച്ച ഒരു ജന്തു മറ്റൊരു സഹജീവിയുടെ കണ്ണുകളിലേക്ക് പതിവില്ലാത്ത വിധത്തിൽ ഉറ്റുനോക്കിയിട്ടുണ്ടാവും. ചുള്ളിക്കാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചാടി മരിക്കാൻ പോകുന്നവൻ ആഴങ്ങളിലേക്ക് നോക്കും പോലെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്ന് കാണും. അതിനു മുമ്പുള്ള 10,000-കണക്കായ വർഷങ്ങൾ കാര്യങ്ങൾ ഏറെ ലളിതമായിരുന്നു. വരിക, കാണുക, ഇഷ്ടപ്പെടുക, രതിയിലേർപ്പെടുക, അവനവൻ്റെ വഴിക്ക് പോവുക, അതിജീവിക്കുക. മനുഷ്യ മസ്തിഷ്കം എന്നത് എല്ലാ കാലത്തും ഒരു സർവൈവൽ എഞ്ചിൻ മാത്രമായിരുന്നു. ഭക്ഷണവും സുരക്ഷിതമായ ഉറക്കവും കിട്ടുന്ന ഇടത്തേക്ക് എത്രമേൽ അടുക്കാമോ അത്രയും മനുഷ്യൻ അടുത്തിരുന്നു. ഭയപ്പെട്ടിരുന്നതിൽ നിന്ന് എത്ര ദൂരേക്ക് പോകാമോ അത്രയും ദൂരേക്ക് അവൻ ഓടി അകന്നിരുന്നു. പൊതുവെ മനുഷ്യരുടെ നിത്യജീവിതത്തിലെ എല്ലാത്തിലും ഒരു ഗീവ് ആൻഡ് ടേക്ക് അഥവാ കൊടുക്കൽ വാങ്ങൽ സ്വഭാവം അന്നുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ വികാസത്തോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. തലച്ചോറിനൊപ്പം വളർന്ന തലയോട്ടി പ്രസവ സമയത്തൊടുവിൽ സ്ത്രീയുടെ പെൽവിക് ബോണിലെ ഓപ്പണിങ്ങിലൂടെ പുറത്തു വരിക വലിയ പ്രയാസമായി. അമ്മയും കുഞ്ഞും പ്രസവത്തിലെ മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ എത്രയോ കൂടി. ഒരു വിധത്തിൽ തകരാറൊന്നും കൂടാതെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അതിജീവിക്കണമെങ്കിൽ വർഷങ്ങൾ നീണ്ട പരിചരണം കൂടിയേ തീരൂ എന്നായി. പഴയ പോലെ മെയ്റ്റ് ആൻഡ് ലീവ് എന്ന പോളിസി തുടർന്നാൽ മനുഷ്യവംശത്തിന് വംശനാശം സംഭവിക്കും എന്ന അവസ്ഥയായി. അതോടെ പ്രകൃതി ഇടപെട്ടു. അത് പുതിയൊരു ബോണ്ട് തന്നെ ഇൻവെന്റ് ചെയ്തു. കേവല സ്വാതന്ത്ര്യത്തിനും ഉപരിയായി പരസ്പരമുള്ള സവിശേഷ ശ്രദ്ധയെ, പരിചരണത്തെ പ്രദർശിച്ച ഒരു പുതിയ ബന്ധം. അത് കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരെ തമ്മിൽ ചേർത്തു പിടിക്കുന്ന അരക്കായി മാറി. എന്നാൽ അന്നത്തെ അമ്മ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഉള്ളിൽ വാത്സല്യം തോന്നിയതുകൊണ്ടായിരുന്നില്ല, മറിച്ച് അതിൻ്റെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അന്ന് രണ്ടു മനുഷ്യർ ഒരുമിച്ച് കഴിഞ്ഞത് അവർ നിത്യതയെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടായിരുന്നില്ല, ഒരുമിച്ച് നിന്നാൽ കൂടുതൽ കാലം ജീവിക്കാം എന്നതുകൊണ്ട് മാത്രമായിരുന്നു. മനുഷ്യ മസ്തിഷ്കം ഓക്സിറ്റോസിനും ഡോപ്പമിനും പോലെയുള്ള രാസവസ്തുക്കൾ പുറപ്പെടുവിച്ചത് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളെ ഒരുമിച്ച് നിർത്താനായിരുന്നു. സത്യത്തിൽ മനുഷ്യർക്കിടയിലെ ആദ്യത്തെ സ്നേഹം ജനിക്കുന്നത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നാണ്. സംസ്കാരം വികാരങ്ങളെ കണ്ടെത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ പ്രകൃതി അറ്റാച്ച്മെന്റ് അഥവാ അടുപ്പം രൂപകൽപ്പന ചെയ്തിരുന്നു. ചുറ്റും പ്രെഡേറ്റേഴ്സ് പതിയിരിക്കുന്ന ഘോരവനത്തിലെ അതിജീവനത്തിന് പരസ്പര സ്നേഹത്തിന്റെ ഒരു പ്രോത്സാഹനം അത്യാവശ്യമായിരുന്നു. ആ സ്നേഹപരിചരണങ്ങൾ കിട്ടി വളർന്നു വന്ന കുട്ടിക്ക് അതിജീവനം എളുപ്പമായിരുന്നു. പരസ്പരം ഏറെ ഊഷ്മളമായൊരു ബന്ധം കാത്തുസൂക്ഷിച്ച ഇണകൾ കുഞ്ഞുങ്ങളെ അതില്ലാതിരുന്നവരെക്കാൾ നന്നായി വളർത്തി. ആദിമ സ്നേഹം അബോധപൂർവമായിരുന്നു. അത് കാരണങ്ങൾ തിരഞ്ഞില്ല, അത് അർത്ഥം തേടിയില്ല. ഇണകൾക്കിടയിലെ സ്നേഹത്തിന് പിന്നാലെ അമ്മയും കുഞ്ഞും തമ്മിൽ, പിന്നെ സഹോദരങ്ങൾക്കിടയിൽ, പിന്നെ കുടുംബത്തിൽ, സുഹൃത്തുക്കൾക്കിടയിൽ സ്നേഹം വ്യാപിച്ചു. പിന്നീടെന്നോ ഗോത്രസങ്കല്പങ്ങൾ വികസിച്ചു വന്നു. അവിടെയും സ്നേഹം ഒരു നിർണായക റോളിൽ പ്രവർത്തിച്ചു. ഗോത്രങ്ങൾ ദേശരാഷ്ട്രങ്ങൾക്ക് വഴി മാറി. വംശങ്ങൾ, മതങ്ങൾ, കൾട്ടുകൾ എന്നിങ്ങനെ സ്നേഹത്തിന് പിന്നെയും മാനങ്ങൾ പലതായി. ശിലായുഗത്തിലെ ആദിമ മനുഷ്യനിൽ നിന്ന് അങ്ങനെ ഇന്ന് ഗാഡ്ജറ്റുകളുടെയും ആപ്പുകളുടെയും നിർമ്മിത ബുദ്ധിയുടെയും ഒക്കെ അതിപ്രസരത്തിൽ മുങ്ങി നിൽക്കുന്ന ആധുനിക മനുഷ്യനിലേക്ക് പരിണാമ ചരിത്രം ഉരുണ്ടു വന്നപ്പോൾ അതേ യാത്രയിൽ സ്നേഹത്തിനുണ്ടായിട്ടുള്ള പരിവർത്തനങ്ങൾ ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പരിണാമത്തിന്റെ ആദ്യ നാളുകളിൽ അതിജീവനത്തിനായി പ്രകൃതി മനുഷ്യഹൃദയത്തിൽ ചാലിച്ച സ്നേഹമെന്ന കൂട്ട്
പിന്നീട് ഇന്നുവരെ നമ്മളെ കൈപിടിച്ചു നടത്തിയ അറിയാ വഴികളുടെ കഥ. ഇണകൾക്കിടയിലെ അടുപ്പത്തിൽ തുടങ്ങി ഗോത്രങ്ങളുടെയും വംശങ്ങളുടെയും ദേശരാഷ്ട്രങ്ങളുടെയും വരെ കെട്ടുറപ്പിനുള്ള അരക്കായി പ്രവർത്തിച്ച മനുഷ്യസ്നേഹം കാലത്തെ അതിവർത്തിച്ചു നടത്തുന്ന അനുസ്യോത പ്രവാഹത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. സ്നേഹത്തിന്റെ കഥയിലേക്ക് കടക്കും മുമ്പ് ഞങ്ങളുടെ, അതായത് ടീം ഫേബിൾ ഫോക്സ് റിസർച്ചിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ച് കൂടി പറയാനുണ്ട്. ഏതാണ്ട് ഒരു വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2024 ഡിസംബർ 13 ബാബു രാമചന്ദ്രൻ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന വിവരം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. 2025 ജനുവരി 1 പുതിയ ചാനലിലെ വല്ലാത്തൊരു കഥയുടെ ആദ്യ ലക്കവും പുറത്തു വന്നിരുന്നു. ജനുവരി 12 ഡയലോഗ്സ് എന്ന പേരിൽ ചാനലിലെ രണ്ടാമത്തെ പരിപാടി നടൻ ടോവിനോ തോമസിനോടൊപ്പം ഞങ്ങൾ തുടക്കമിട്ടത്. ഞങ്ങൾ വളരെ ആംബിഷ്യസ് എന്ന് പറയാവുന്ന ഒരു പ്രൊജക്റ്റാണത്. പിന്നീട് അതിൽ പ്രകാശ് രാജും ഡോക്ടർ അരുൺ സക്കറിയയും വന്നുപോയി. ക്യാൻവാസിന്റെ വലിപ്പം കൊണ്ട് ചുരുങ്ങിയ ഇടവേളകളിൽ ആവർത്തിക്കാവുന്ന ഒന്നല്ലായിരുന്നു അതിന്റെ ഫോർമാറ്റ്. അതുകൊണ്ടാണ് മെയ് 12 പിന്നീട് വല്ലാത്തൊരു കഥയ്ക്ക് പുറമെ ഒരു പ്രതിവാര പരിപാടി കൂടി എന്ന നിലയ്ക്ക് BR അൺസ്ക്രിപ്റ്റഡ് എന്ന ഞങ്ങളുടെ എക്സ്പെർട്ട് പോഡ്കാസ്റ്റ് പ്രോഗ്രാം തുടങ്ങുന്നത്. സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരോ സ്പെഷ്യലിസ്റ്റുകളോ ഒക്കെ അതിഥികളായെത്തുന്ന ഈ പരിപാടി ഇതുവരെയുള്ള ആഴ്ചകളായി 40 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു. വല്ലാത്തൊരു കഥ പോലെ അല്ലെങ്കിലും അതൊരു സ്ഥിരം ഫോർമാറ്റായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു എന്നാണ് ഞങ്ങൾ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രേക്ഷകർ തിരിച്ചറിയുന്ന, ഇഷ്ടപ്പെടുന്ന, ഒരുപക്ഷെ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ പ്രോഗ്രാം ഫോർമാറ്റ് നിലനിൽക്കെ തന്നെ പ്രേക്ഷകരെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു പരീക്ഷണത്തിന് ഞങ്ങൾ മുതിരുകയാണ്. ആ പോഡ്കാസ്റ്റ് ഇന്റർവ്യൂ പ്രോഗ്രാം ഒരു പരിധിവരെ ഞങ്ങൾക്കൊരു കംഫർട്ട് സോണായി മാറിക്കഴിഞ്ഞുവെങ്കിലും അതിനു പകരം മറ്റൊരു പ്രോഗ്രാം ഞങ്ങൾ പരീക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു റിസ്ക് ഉണ്ട് എന്നറിയാം. റിസ്ക് എടുക്കാതിരിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ മോട്ടോ എങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വലിയ തണൽ വിട്ടുള്ള ഈ പുതിയ യാത്രയോ സ്വതന്ത്രമായ മറ്റു പരീക്ഷണങ്ങളോ ഒന്നും നടക്കില്ലായിരുന്നു. അതെ, റിസ്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി എടുക്കുകയാണ്. BR അൺസ്ക്രിപ്റ്റഡ് എന്ന സീരീസിന് താൽക്കാലികമായി ഒരു കർട്ടൺ ഇടുകയാണ്. ഞങ്ങൾ തന്നെ തിരിച്ചറിയുന്നത് പോലെ വല്ലാത്തൊരു കഥ തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. അതാണ് നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി. അതിന് ഒരു മാറ്റവുമില്ല. എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 5 മണിക്ക് മുടങ്ങാതെ ഇനിയും വല്ലാത്തൊരു കഥ പ്രേക്ഷകരെ തേടിയെത്തും. എന്നാൽ അതേ കഥാലോകത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കൂടി ഇനി ആഴ്ചയിലൊരിക്കൽ ഈ ചാനലിലൂടെ നിങ്ങളെ തേടിയെത്തും. അതാത് ആഴ്ചകളിലെ വല്ലാത്തൊരു കഥയാകുന്ന വിഷയത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം. അതിന് കഥാസ്കേപ്സ് എന്നാണ് ഞങ്ങൾ പേരിടുന്നത്. ഈ ബാനറിലൂടെ പുറത്തു വരുന്നത് ചിലപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ആകാം, ഒരു ഇൻ്റർവ്യൂ ആകാം, ഒരു പോഡ്കാസ്റ്റ് ആകാം, ഡിസ്കഷൻ ആകാം. വീഡിയോ പ്രൊഡക്ഷൻ്റെ ഏത് ഫോർമാറ്റും പരീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ എടുക്കുകയാണ്. ഇതെല്ലാം പ്രേക്ഷകരുടെ വിശ്വാസത്തിൻ്റെ പുറത്തു മാത്രമാണ്. വല്ലാത്തൊരു കഥയോട് നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന സ്നേഹം ഇനിയും തുടരും എന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ തുടങ്ങിയ അതേ ദിവസം ജനുവരി 1 ഈ പുതിയ പരിപാടിയും പുറത്തു വരുന്നത്. എന്താണ് ഏതാണ് എന്നൊക്കെ നിങ്ങൾ കണ്ടു തന്നെ അറിയുക. ഈ ആനിവേഴ്സറി വേളയിൽ കഴിഞ്ഞ ഒരു വർഷമായി കൂടെ നിന്ന് വല്ലാത്തൊരു കഥയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുക എന്നൊരു കർമ്മം കൂടിയുണ്ട്. ഔപചാരികമായി തന്നെ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി പറയുന്നു. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എന്നത് വെറും പറച്ചിലല്ല. ഇനിയും ഒന്നിച്ചുള്ള യാത്ര നമുക്ക് തുടരാം. പരിണാമത്തിന്റെ പ്രാരംഭ ദശകളിൽ സ്ത്രീകളും പുരുഷന്മാരും പ്രകൃതം കൊണ്ടും ശീലങ്ങൾ കൊണ്ടും പാടെ വ്യത്യസ്തരായിരുന്നു. ആകാരത്തിൽ സ്ത്രീകളെക്കാൾ കുറെ കൂടി വലിയവരും കായബലം കൂടിയവരുമായിരുന്നു പുരുഷന്മാർ. എന്തിനുമേതിനും കൂട്ടത്തിലെ മറ്റു പുരുഷന്മാരുമായി നിരന്തര സംഘർഷങ്ങളും അക്കാലത്ത് പതിവായിരുന്നു. അതേസമയം സ്ത്രീകൾ അവരുടെ മേൽക്കോയ്മ നിലനിർത്താൻ ശ്രമിച്ചിരുന്നത് ഗർഭം ധരിക്കാൻ അവർക്ക് മാത്രം ഉണ്ടായിരുന്ന ശേഷിയുടെ ബലത്തിലാണ്. ഇണകളുമായി അവർ ഏർപ്പെട്ടിരുന്ന ബന്ധങ്ങൾ ഒട്ടും നീണ്ടു നിൽക്കുന്നവയായിരുന്നില്ല. കുഞ്ഞുണ്ടാവുമ്പോൾ തന്നെ അതിന് അച്ഛൻ്റെയും അമ്മയുടെയും പരിചരണം ഒരുമിച്ച് കിട്ടിയിരുന്നുമില്ല. ഇന്നത്തെ നിർവചനങ്ങൾക്കനുസരിച്ചുള്ള വൈകാരിക ബന്ധങ്ങളും അന്നുണ്ടായിരുന്നു എന്ന് പറയുക വയ്യ. സ്ത്രീകൾക്കുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങൾ അനവധിയായിരുന്നു. ഗർഭം, പ്രസവം, കുട്ടികളെയും പ്രായം കൂടിയവരെയും പരിചരിക്കൽ, കാട്ടിലെ വന്യമൃഗങ്ങൾക്ക് ഇരയാകാതിരിക്കാനുള്ള നിരന്തര ജാഗ്രത, ഇതെല്ലാം നിറവേറ്റുമ്പോഴേക്കും സ്ത്രീകൾക്ക് പിന്നെ മറ്റൊന്നിനും സമയം കിട്ടിയിരുന്നില്ല. പുരുഷന്മാർക്കാണെങ്കിൽ അന്ന് താരതമ്യേന കുറഞ്ഞ ചുമതലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇണചേരണം, ഭക്ഷണം വേട്ടയാടി കൊണ്ടുവരണം, ജീവന് ഭീഷണിയാവുന്ന വന്യജീവികളോടും മറ്റുള്ള ആപത്തുകളോടും പോരാടി അവയെ ആട്ടിയകറ്റണം, ഇങ്ങനെ ചിലത് മാത്രമായിരുന്നു. ആദ്യത്തെ കുറച്ചു കാലത്തേക്ക് ഈ സംവിധാനം പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. കുട്ടികൾ വിശേഷിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളർന്നു വലുതായിക്കൊണ്ടിരുന്ന കാലത്ത് ആകെ ഉണ്ടായിരുന്ന ഭീതി ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണമാണ്. അക്കാര്യത്തിൽ വ്യക്തിയുടെ കായബലം തന്നെ ആയിരുന്നു മുഖ്യമായിരുന്നത്. ഇങ്ങനെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ട പേശീബലം, ശത്രുക്കളോട് കാണിക്കേണ്ട ശൗര്യം, അവരെ ഭയപ്പെടുത്താൻ വേണ്ടി നടത്തേണ്ടി വന്നിരുന്ന പ്രകടനങ്ങൾ, ഇതിനൊക്കെ ഊർജ്ജം ചെലവിടുമ്പോൾ പിന്നീട് ഗൗരവമുള്ള മറ്റൊന്നിനും ചെലവിടാൻ പുരുഷന്മാർക്കും നേരമില്ലാതെ പോയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മനുഷ്യന്റെ തലച്ചോർ വികസിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ഗർഭസ്ഥ ശിശുക്കളുടെ ക്രാനിയൽ കപ്പാസിറ്റി അഥവാ തലയോട്ടിയുടെ വ്യാപ്തം കൂടിക്കൂടി വന്നതിനൊപ്പിച്ച് അമ്മമാരുടെ ബർത്ത് കനാൽ അഥവാ
പ്രസവ സമയത്ത് തലയൊട്ടി മാതൃശരീരത്തിന് പുറത്തു കിടക്കുന്ന ഇടുപ്പിലെ ആ ബോട്ടിൽ നെക്ക് വലുതാവുന്നില്ല. അതോടെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് തല പുറത്തു കിടക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി വലിപ്പം ആർജിക്കുമ്പോഴേക്കും പ്രസവത്തിലൂടെ പുറത്തേക്ക് വരേണ്ട സാഹചര്യമുണ്ടായി. ഇങ്ങനെ വേണ്ടത്ര വളർച്ചയെത്താതെ പിറന്നു വീഴുന്ന നവജാത ശിശുക്കൾ അങ്ങേറ്റം ദുർബലരും നിരന്തര പരിചരണം വേണ്ടവരും ആയിരുന്നു. ഈ ഒരു പ്രതിസന്ധി ഏതാണ്ട് 30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അന്നോളം പ്രകൃതിയിൽ നിലനിന്നിരുന്ന മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയുടെ സന്തുലനം തെറ്റിച്ചു. പഴയ സംവിധാനത്തിൽ നിലവിലുണ്ടായിരുന്ന വൈരുദ്ധ്യങ്ങൾ തന്നെ അതിനെ തകിടം മറിച്ചു എന്ന് പറയാം. ഈ പറഞ്ഞ പോലെ കുട്ടികളെ നിരന്തരം പരിചരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പുരുഷന്റെ അന്നോളമുള്ള കായബലവും സ്റ്റാമിനയും ഒന്നും വിശേഷിച്ച ഒരു ഗുണവും ചെയ്യുന്നില്ല. കാരണം ഈ പുരുഷൻ അന്നുവരെ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്നത് ടെറിട്ടറി മെയിൻ്റനൻസിലായിരുന്നു. അതാണെങ്കിൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ലായിരുന്നു. കുഞ്ഞിനാകെ വേണ്ടിയിരുന്നത് വിശക്കുമ്പോഴൊക്കെ വായിൽ ഭക്ഷണവും അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ നെഞ്ചിൻ്റെ ചൂടും ശൈശവും പിന്നീടും വരെയുള്ള നിരന്തര സംരക്ഷണവും മാത്രമായിരുന്നു. അതോടെ പരിണാമദിശയിലെ പ്രകൃതി നിർദ്ധാരണം ചില പുത്തൻ തന്ത്രങ്ങളെ പിന്തുണയ്ക്കാൻ തുടങ്ങി. അതിൽ നേരത്തേതിന് വിപരീതമായി ആകാരത്തിൽ കുറെ കൂടി ചെറുതെങ്കിലും പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്ന പുരുഷന്മാർക്ക് അവരുടെ സന്തതികളെ ദീർഘായുസോടെ വളർത്തിക്കൊണ്ടു വരുന്നതിൽ മേൽക്കൈ കിട്ടി. ഈ ഒരു സാഹചര്യത്തിലാണ് അറ്റാച്ച്മെന്റ് അഥവാ അടുപ്പം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാവുന്നത്. ഒരാളുടെ അപാരമായ കായിക ശക്തിയേക്കാൾ പരസ്പരമുള്ള സഹകരണത്തിന് പ്രകൃതിയിൽ വില കൽപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ പരസ്പരം സഹകരിച്ച് അടുപ്പത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഭൂതലത്തിൽ നിലനിൽപ്പുള്ളൂ എന്ന കാലഘട്ടത്തിലാണ് മനുഷ്യരിൽ സ്നേഹം എന്ന വികാരം ആദ്യമായിട്ട് ഉടലെടുത്ത് തുടങ്ങുന്നത്. സ്നേഹം എന്ന വികാരത്തെ പരിണാമം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതല്ല. അതിജീവനം നേരിട്ട കോപ്പറേറ്റീവ് ബ്രീഡിംഗ് അഥവാ പരസ്പര സഹകരണത്തോടെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു വളർത്തൽ എന്ന പുതിയ മുന്നുപാധി നടപ്പിലാക്കാൻ വേണ്ടി അന്നത്തെ സസ്തനികളുടെ ജൈവിക ഘടന തന്നെ തിരുത്തിക്കുറിക്കപ്പെടുകയായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ലെയർ എന്നും ഈസ്ട്രജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ബലത്തിൽ കുതിക്കുന്ന കാമത്തിൻ്റെത് തന്നെയായിരുന്നു. അതിന്റെ വേരുകൾ ആണ്ടിരുന്നത് മസ്തിഷ്കത്തിലെ അമിഗ്ദലയിലും. ഇതിന്റെ ലക്ഷ്യം പുനരുൽപാദനം ഒന്നു മാത്രമാണ്. അവിടെ കമ്മിറ്റ്മെന്റിനോ കെയറിനോ ഒന്നും ഒരു പ്രസക്തിയുമില്ലായിരുന്നു. ഈ ആദ്യത്തെ ലെഫ്റ്റ് ലെയറിന്റെ പുറത്താണ് അട്രാക്ഷൻ അഥവാ ആകർഷണത്തിന്റെ സെക്കൻഡറി ലെയർ ഇരുന്നത്. ഡോപ്പമിൻ, നോറപ്പെൻഫ്രൈൻ എന്നിങ്ങനെ ചില ഹോർമോണുകളായിരുന്നു ഇതിന് പിന്നിലെ ഊർജം. അട്രാക്ഷൻ ചെയ്യുന്നത് അന്നുവരെ കൺമുന്നിൽ കണ്ടിരുന്ന സ്ത്രീകളിലേക്കെല്ലാം അങ്ങ് പടർന്നു കയറിയിരുന്ന പുരുഷന്റെ ശ്രദ്ധയെയും രതിയിൽ ഏർപ്പെടാനുള്ള അവന്റെ ശ്രമങ്ങളെയും നാരോ ഡൗൺ ചെയ്തു കൊണ്ടുവന്ന് ഒരൊറ്റ സ്ത്രീയിലേക്ക് എത്തിക്കുകയാണ്. ഡോപ്പമിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ വിവേചന ബുദ്ധി, ജാഗ്രത തുടങ്ങിയവ നിർണ്ണയിക്കുന്ന പ്രീഫോണ്ടൽ കോർട്ടക്സിനെ ശാന്തമാക്കുകയാണ് ആദ്യം ചെയ്യുക. അതുകൊണ്ടാണ് പ്രണയത്തിന്റെ ഹണിമൂൺ പീരീഡിൽ തികച്ചും യുക്തിഹീനമായ കാര്യങ്ങൾ പങ്കാളികൾ പ്രവർത്തിക്കുന്നത്. ഇണകളിൽ നിന്നുണ്ടാകുന്ന റെഡ് ഫ്ലാഗുകൾ പലതും പലപ്പോഴും അവഗണിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. കുറെ കൂടി ആഴത്തിലുള്ള അടുത്ത ലെയർ അറ്റാച്ച്മെന്റ് അഥവാ അടുപ്പത്തിൻ്റെതാണ്. വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളാണ് ഇതിന്റെ ഇന്ധനം. ഈ അറ്റാച്ച്മെന്റ് എന്ന സിസ്റ്റമാണ് മറ്റു പല കാരണങ്ങൾ കൊണ്ടും പരസ്പരം ചേർന്നു പോവാത്ത പങ്കാളികളെ അവരുടെ കുഞ്ഞുങ്ങൾ വലുതാവുന്നവരെയെങ്കിലും ചേർത്തു നിർത്തുന്നത്. ഇതിൽ ഓക്സിറ്റോസിൻ ഹോർമോൺ സാമൂഹികമായിട്ടുള്ള പ്രാമാണിത്വം കൂട്ടുന്ന ഒന്നാണ്. അത് ഇണയുടെ ശബ്ദം, ഗന്ധം, ഭാവഭാവങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ഏറെ സ്പെഷ്യലാക്കി മാറ്റും. അതേസമയം അത് അതിരുകളെക്കുറിച്ചുള്ള നിർവചനങ്ങൾ കുറെ കൂടി ഷാർപ്പാക്കും. ഇണയോടുള്ള ഭയം കുറച്ചു കൊണ്ടുവന്ന് പുറത്തുള്ളവരോടുള്ള അവിശ്വാസ്യത കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് പ്രകൃതി മനുഷ്യരിൽ നമ്മളും അവരും എന്നുള്ളൊരു ദ്വന്ദ്വം ഉണ്ടാക്കുന്നതിൽ അതോടെ വിജയിക്കും. മൊബിലൈസേഷൻ, പ്രൊട്ടക്ഷൻ, ടെറിട്ടോറിയൽ വിജിലൻസ് എന്നിങ്ങനെ പലതിനെയും വാസോപ്രസിൻ പ്രോത്സാഹിപ്പിക്കും. അത് ഇണയോട് ചേർന്ന് കഴിയുന്ന എക്കോ സിസ്റ്റത്തിനെയൊക്കെ സംരക്ഷിച്ചു നിർത്താൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു. ഇതുവരെ പറഞ്ഞതെല്ലാം ഒരുമിച്ച് വെച്ച് വിശകലനം ചെയ്താൽ തെളിയുന്ന ചിത്രം എന്താണ്? സ്നേഹം എന്നത് ഒരിക്കലും മാനവരാശിയുടെ ചരിത്രത്തിൽ ഉണ്ടായ ഒരു പോയറ്റിക് ആക്സിഡന്റ് ഒന്നുമല്ല. തൻ്റെ ഇണയിൽ ജനിക്കുന്ന കുഞ്ഞിന് സ്വന്തമായി അതിജീവിക്കാവുന്ന പ്രായം ആകുന്നതുവരെയും പുരുഷൻ ഭക്ഷണവും അടുപ്പവും സംരക്ഷണവുമായി കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ മസ്തിഷ്കം നടപ്പിലാക്കിയ ഒരു ബയോളജിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു അത് എന്ന് വേണം പറയാൻ. ഈ സ്നേഹം എന്ന വികാരം അത് പ്രകൃതി ആദ്യമായി നടപ്പിലാക്കിയ ഇണകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ മനുഷ്യർ പരിണാമവാദിയിൽ ഒരിക്കലും ഗിബ്ബണുകളെക്കാൾ അധികമൊന്നും മുന്നോട്ട് പോവില്ലായിരുന്നു. ഈ ഗിബ്ബണുകൾ മോണോഗാമസ് ആണ്, സോഷ്യലി ഐസൊലേറ്റഡുമാണ്. നമ്മൾ മനുഷ്യരെ ഗിബ്ബണുകളിൽ നിന്ന് വ്യത്യസ്തരാക്കിയത് ഈ സ്നേഹം ഇണകൾക്കിടയിൽ ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തിലേക്കും പടർന്നു പിടിച്ചതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെയൊന്ന് അത്യാവശ്യമായത് പരിണാമദശയിൽ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രതിസന്ധി കാരണമാണ്. മനുഷ്യർ 2 കാലിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതോടെ സ്ത്രീകളുടെ പെൽവിക് ഏരിയ വീണ്ടും ചുരുങ്ങി പോകുന്നു. അതേസമയം തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വലിപ്പവും തലയോട്ടിയുടെ വലിപ്പവും വർദ്ധിച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസവത്തിലെ പ്രയാസങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു. മനുഷ്യന്റെ കുട്ടികൾ കുറെ കൂടി പ്രീമേച്ചുവറായിട്ട് പുറത്തേക്ക് വരികയും മറ്റുള്ള സസ്തനികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ന്യൂറോളജിക്കലി അൺഫിനിഷ്ഡും ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ്സുമായി പിറന്നു വീഴുകയും ചെയ്തു തുടങ്ങി. അതോടെ അച്ഛനും അമ്മയും മാത്രം വിചാരിച്ചാൽ കുഞ്ഞിന്റെ ബാലാരിഷ്ടതകൾ അതിജീവിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കാനാവില്ല എന്ന് വന്നു. അതിന് കുടുംബത്തിന്റെ കൂടി നിരന്തര പിന്തുണ ആവശ്യമാണ് എന്ന് മനുഷ്യന് മനസ്സിലായി.
ഈ ഘട്ടത്തിലാണ് മനുഷ്യ ജീവിതത്തിലേക്ക് ആലോ പാരന്റിംഗ് എന്ന സങ്കല്പം കടന്നു വരുന്നത്. ഒരു കുഞ്ഞിനെ അതിൻ്റെ അച്ഛനോ അമ്മയോ അല്ലാത്ത കുടുംബാംഗങ്ങൾ സ്വന്തം എന്ന പോലെ തന്നെ പരിചരിക്കുന്നതിനെയാണ് ആലോ പാരന്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇങ്ങനെ കുടുംബം മുഴുവനും സഹകരിച്ചുകൊണ്ടുള്ള കുട്ടിയെ വളർത്തലിന് കളമൊരുക്കാൻ വേണ്ടി പ്രകൃതി മനുഷ്യന്റെ വൈകാരിക പ്രപഞ്ചത്തെ തന്നെ മാറ്റിമറിച്ചു എന്നാണ് മദേഴ്സ് ആൻഡ് അതേഴ്സ് എന്ന പുസ്തകത്തിൽ അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റും പ്രൈമറ്റോളജിസ്റ്റുമായ സാറ ബ്ലാഫർ ഹാഡി പറയുന്നത്. എംപതി, ട്രസ്റ്റ്, അതുപോലെ സഹജീവിയെ ഗാഢമായി സ്നേഹിക്കാനുള്ള സിദ്ധി, ഇതൊക്കെയും മനുഷ്യൻ ശീലിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ എന്തെങ്കിലും ഹൈ കിട്ടിയിട്ടല്ല. അങ്ങനെ ചെയ്യാതെ ഇരിക്കുന്ന സമൂഹങ്ങളിൽ പിറന്നു വീഴുന്ന നവജാത ശിശുക്കൾ ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പ് അകാല മരണപ്പെട്ടുകൊണ്ടിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അതിജീവനം വ്യക്തിപരം എന്നതിലുപരി ഒരു കൂട്ടത്തിന്റെ ഒന്നിച്ചുള്ള നേട്ടമായി മാറിയതോടെ സ്നേഹമെന്ന വികാരം മനുഷ്യരെ ഒരു കൂട്ടമായി ചേർത്തു നിർത്താനുള്ള അരക്കായിട്ട് മാറി. ഇവല്യൂഷണറി ചെയിനിൽ തൊട്ടുപിന്നിലുണ്ടായിരുന്ന പ്രൈമേറ്റുകളെക്കാൾ നമ്മൾ ഹ്യൂമൻസ് കുറെ കൂടി വലിയ ഗ്രൂപ്പുകളായിട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ വലിയ സംഘങ്ങളെ പരസ്പരം പോരാടാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കേവലം കായികപരമായിട്ടുള്ള മേൽക്കോയ്മ അല്ലാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റി കൂടി വേണമായിരുന്നു. മനുഷ്യർക്ക് പരമാവധി ഏതാണ്ട് 150 പേരുമായിട്ട് സ്ഥിരമായ സോഷ്യൽ റിലേഷൻസ് ഒരേ സമയത്ത് സ്ഥാപിച്ചു കൊണ്ടുപോകാനാകും എന്നാണ് പറയുക. ഈ അപ്പർ ലിമിറ്റ് അറിയപ്പെടുന്നത് ഡൺബാസ് നമ്പർ എന്നാണ്. എന്നാൽ അങ്ങനെ പരമാവധി പേരുമായി ഒരേ സമയം മാനസിക ബന്ധം നിലനിർത്തുന്നത് മനുഷ്യ മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ടാക്സിങ് ആണ്. കൂട്ടമായി താമസിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം പങ്കിടുക, മൂപ്പിളമ തർക്കങ്ങൾ മാനേജ് ചെയ്യുക, വഞ്ചനയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ പല നടപടികളും വേണ്ട ഒന്നാണ്. പ്രസിദ്ധ ആന്ത്രപ്പോളജിസ്റ്റായ ആന മെച്ചിൻ നിരീക്ഷിക്കുന്നത് സോഷ്യൽ ലൈഫ് ഈസ് നോട്ട് ഇൻഹെറന്റ്ലി സേഫ്, ഇറ്റ് ഈസ് സ്ട്രെസ്ഫുൾ ആൻഡ് ഓഫ്റ്റൻ ഡേഞ്ചറസ് എന്നാണ്. അതായത് സാമൂഹിക ജീവിതം മനുഷ്യന് ഒരേ സമയം സംഘർഷഭരിതവും ആപൽക്കരവുമാണ് എന്ന്. ഈ സാഹചര്യത്തിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കാൻ വേണ്ടി പരിണാമദശയിൽ പ്രകൃതി ഒരിടത്ത് നിലവിലുണ്ടായിരുന്ന ഒരു പ്രതിവിധി മറ്റൊരിടത്ത് പ്രയോഗിക്കുന്നു. അമ്മയും കുഞ്ഞിനെയും ചേർത്ത് നിർത്തിയിരുന്ന ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നീ ഹോർമോണുകൾ തന്നെ സമാനമായൊരു അടുപ്പം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കും വളർത്തുന്നു. അതോടെ മനുഷ്യർക്കിടയിൽ സൗഹൃദങ്ങൾ മുളപൊട്ടുന്നു. സൗഹൃദത്തിൽ ഊന്നിയ സ്നേഹബന്ധങ്ങൾ, ഫിലിയ അഥവാ കമ്പാനിയൻഷിപ്പ് എന്നൊക്കെ വിളിക്കുന്ന ബന്ധങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഇതിൽ നിന്നാണ്. വൈകാരികമായ അടുപ്പം എന്ന് പറയുന്നത് അതോടെ രക്ഷിതാക്കൾക്ക് സ്വന്തം കുഞ്ഞിനോട് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ലാതായി മാറി. അത് ഒരേ സമൂഹത്തിലെ ഏത് 2 റാൻഡം വ്യക്തികൾക്കും തമ്മിൽ ഉണ്ടാകാവുന്ന ഒരു സൗഹൃദത്തിന്റെ, ഫ്രണ്ട്ഷിപ്പിന്റെ രൂപമെടുത്തു. ഈ ചിമ്പാൻസി ഗാങ്ങുകളിലൊക്കെ ഗ്രൂമിംഗ് അഥവാ ഇണകളെ ആകർഷിക്കുന്ന വിധത്തിൽ നടക്കുക എന്നത് മാത്രമായിരുന്നു പരസ്പരം സ്നേഹം നേടാനുള്ള ഒരേ ഒരു വഴി. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. ചിമ്പാൻസിക്ക് ദിവസത്തിന്റെ 1/5 സമയം ഗ്രൂമിങ്ങിന് വേണ്ടി ചെലവായിരുന്നു. അതുതന്നെ മനുഷ്യരിലേക്ക് വന്നപ്പോൾ 150 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ അവർക്ക് ദിവസത്തിന്റെ പകുതിയോളം ഇതുപോലെ ഗ്രൂമിങ്ങിന് ചെലവിടേണ്ടി വന്നു. അത് പക്ഷേ ബയോളജിക്കലി പോസിബിൾ ആയിരുന്നില്ല. മനുഷ്യർ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നത് ബിഹേവിയറൽ ഷോർട്ട് കട്ടുകൾ പ്രയോഗിച്ചാണ്. കളിയും ചിരിയും പാട്ടുമൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അവയൊക്കെ അന്ന് കലക്റ്റീവ് ബോണ്ടിങ് ടൂൾസ് ആയിട്ട് മാറുന്നു. ആരെങ്കിലും ഒരാൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ പരസ്യമായി പങ്കുവയ്ക്കപ്പെടുന്ന ഒരു തമാശ ഒരു വലിയ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ ഒരേ സമയം എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്ന, അവരെ തമ്മിൽ അടുപ്പിക്കുന്ന, ചേർത്തു പിടിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറി. അതോടെ പലരോടും ഒരേ സമയം സോഷ്യൽ ബന്ധങ്ങൾ സൂക്ഷിക്കുക അത്ര കണ്ട് പ്രയാസമില്ലാത്ത ഒന്നായിട്ട് മാറി. ചരിത്രത്തിൽ ആദ്യമായി ബോണ്ടിങ് സ്കെയിലബിൾ ആയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്നേഹം ഒരു കേവല വികാരം മാത്രമായിട്ടല്ല ഉടലെടുക്കുന്നത്, അത് മനുഷ്യന്റെ അതിജീവനത്തിനുള്ള ഒരു ഉപാധി തന്നെയായിരുന്നു. ഇഒ വിൽസൺ, ഡേവിഡ് സോൻ വിൽസൺ എന്നീ ആന്ത്രപ്പോളജിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന മൾട്ടി ലെവൽ സെലക്ഷൻ തിയറി എന്നൊരാശയമുണ്ട്. അത് പറയുന്നത് ഒരു സംഘത്തിനുള്ളിൽ കരുത്തന്മാരായ ഒറ്റയാന്മാർക്ക് താൽക്കാലികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ നേട്ടമുണ്ടാകുന്നത് പൊതുലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ആൾട്രൂയിസ്റ്റുകൾക്ക് തന്നെയാണ് എന്നാണ്. എന്നാൽ ഇതിന് ഒരു ഡാർക്ക് സൈഡും ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിനുള്ളിൽ ശക്തമായിട്ടുള്ള സ്വത്വബോധം ഉടലെടുക്കുന്നത് അതിന് പുറത്തുള്ളവരെല്ലാവരും ശത്രുക്കളാണ്, അവരെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എതിർക്കണം എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്. അങ്ങനെ ഗോത്രം ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങുന്നത് ഒരിക്കലും അവർക്കിടയിലെ കോൺഫ്ലിക്റ്റുകൾ 100% പരിഹരിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മളും അവരും എന്ന ഡൈക്കോട്ടമിക്ക് കാറ്റ് പകർന്നുകൊണ്ടാണ്. മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇങ്ങനെ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും മത്സരത്തിൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടി ഒരു സംഘമായിട്ട് ഒരുമിച്ച് നിൽക്കാനുള്ള ഈ സവിശേഷ സിദ്ധിയാണ്. ഏതാണ്ട് 70,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യപ്രകൃതത്തിന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നു. സാപ്പിയൻസ് എന്നതിന്റെ സുപ്രസിദ്ധ രചനയിൽ യുവൽ നോവ ഹരാരി ഈ മാറ്റത്തെ വിളിക്കുന്നത് കോഗ്നിറ്റീവ് റവല്യൂഷൻ അഥവാ വൈജ്ഞാനിക വിപ്ലവം എന്നാണ്. ചെറിയൊരു ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം നമ്മുടെ തലച്ചോറിൽ കാര്യമായൊരു റീവയറിംഗ് തന്നെ നടക്കുന്നു. മസ്തിഷ്കം ഭാഷ, അർത്ഥം തുടങ്ങിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇതിന്റെ ഫലമായി ഉണ്ടായത് കമ്മ്യൂണിക്കേഷനുള്ള കുറെ കൂടി ഫലപ്രദമായിട്ടുള്ള സംവിധാനം മാത്രമല്ല, പുതിയൊരു ചിന്താസരണി തന്നെയാണ്. ഫിസിക്കലി കൺമുന്നിലില്ലാത്ത പലതിനെയും പറ്റി മനുഷ്യൻ അതോടെ സംസാരിക്കാൻ തുടങ്ങി.
ദൈവങ്ങൾ, മിത്തുകൾ, പ്രേതങ്ങൾ, ആത്മാക്കൾ, നിയമങ്ങൾ, പണം, ദേശരാഷ്ട്രങ്ങൾ എന്നിങ്ങനെ പല സങ്കീർണമായ സങ്കല്പങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായി. ഈ പുതിയ ഇമാജിൻഡ് റിയാലിറ്റീസ് പരസ്പരം യാതൊരു വിധത്തിലുള്ള പരിചയവുമില്ലാത്ത, നേരിട്ട് മുമ്പ് കണ്ടിട്ട് പോലുമില്ലാത്ത മനുഷ്യർക്കിടയിലും അപാരമായ സഹകരണത്തിനുള്ള വഴിയൊരുക്കി. തമ്മിൽ അറിയുന്നവരുടെ ഒരു കുഞ്ഞു ഗ്രൂപ്പിൽ മാത്രമേ ചിമ്പാൻസികൾക്ക് ജീവിക്കാനാവൂ. മനുഷ്യർക്ക് അങ്ങനെ നിർബന്ധമില്ല. ഒരു കൊടിയുടെ കീഴിൽ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പേരിൽ, വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ പേരിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഒരുമിച്ച് നിൽക്കാനാവും. അദൃശ്യമായ ഈ മാറ്റം പക്ഷേ ദൃശ്യമായ പല അടയാളങ്ങളും പ്രകൃതിയിൽ ഉപേക്ഷിച്ചു. മുമ്പത്തെ പല മാറ്റങ്ങൾക്കും എന്ന പോലെ ഇതിനും വേണ്ട തെളിവുകൾ പരശുതം ആർക്കിയോളജിക്കൽ റെക്കോർഡുകളിൽ തന്നെ ഉണ്ടായിരുന്നു. ഗുഹാചിത്രങ്ങൾ, ശില്പങ്ങൾ, പഴയകാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ഇങ്ങനെ പലതിലും ഈ മാറ്റത്തിന്റെ അടയാളങ്ങൾ പ്രകടമായിരുന്നു. സ്നേഹത്തെക്കുറിച്ച് പല തിയറികളും നിലവിലുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതിലൂടെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് ഒന്ന് ഓടിച്ച് കടന്നു പോവാം. അതിൽ ഒന്നാമത്തേത് ലൈക്കിംഗ് വേഴ്സസ് ലവിംഗ് മോഡലാണ്. 1970 ജേണൽ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച മെഷർമെന്റ് ഓഫ് റൊമാൻറ്റിക് ലവ് എന്ന പ്രബന്ധത്തിലൂടെ അമേരിക്കൻ സോഷ്യൽ സൈക്കോളജിസ്റ്റായ സിക് റൂബിനാണ് ലൈക്കിങ്ങും ലവിങ്ങും തമ്മിലുള്ള വ്യത്യാസം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചില വ്യക്തികളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടാം. അവരുടെ സ്വഭാവം, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെ രസകരമാണ് എന്ന് തോന്നാം. സവിശേഷമായ കഴിവുകളുടെ പേരിൽ, ഹ്യൂമർ സെൻസിന്റെ പേരിൽ അവരോട് നമുക്ക് അടങ്ങാത്ത ആരാധനയും ഉണ്ടായി എന്ന് വരാം. അങ്ങനെ നമുക്ക് ഇഷ്ടം തോന്നുന്ന വ്യക്തിക്കൊപ്പം നമുക്ക് ഒരുപാട് സമയം ചെലവിടാൻ താല്പര്യമുണ്ടാവും. ചിലപ്പോൾ മുഴുവൻ സമയവും അയാളോടുകൂടി ചെലവിടാൻ നമുക്ക് തോന്നിയെന്നിരിക്കും. ഈ ലൈക്കിംഗ് എന്ന് പറയുന്നത് കുറെ കൂടി സർഫസ് ലെവലിലുള്ള, ഫീൽ ഗുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ലോ റിസ്ക് ഇമോഷനാണ്. നമുക്ക് ഒരേ സമയത്ത് ഒരുപാട് പേരെ ലൈക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്ത ഒരാളുടെ സ്വഭാവം നാളെ മാറി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് പോയാലും നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഇമോഷണൽ ഡാമേജ് മിനിമം ആവും. എന്നാൽ നമ്മൾ ലൈക്ക് ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ലവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ലവ് അഥവാ സ്നേഹം കുറെ കൂടി ആഴത്തിൽ വേരോടുന്ന, കുറെ കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു വികാരമാണ്. അതിൽ കെയർ ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വൾണറബിലിറ്റി ഉണ്ട്, അതുപോലെ ലോങ് ടേം കൺസേണും ഉണ്ട്. സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ വെൽബീയിങ്ങിന് വേണ്ടി നമ്മളെ തന്നെ ഒരുപാട് നേരം ഇൻവെസ്റ്റ് ചെയ്യും. ആ വ്യക്തിയുടെ പെയിൻ നമ്മൾ നോവിക്കും, അവരുടെ ഗ്രോത്തിൽ നമ്മളും സന്തോഷിക്കും. അഭിപ്രായ ഭിന്നതകൾ, പ്രയാസങ്ങൾ, അകലം എന്നിവയെ അതിജീവിക്കാനും ലൈക്കിങ്ങിനേക്കാൾ ലവിങ്ങിനാണ് സാധിക്കുക. 1973 ദ കളേഴ്സ് ഓഫ് ലവ് എന്നതിന്റെ പുസ്തകത്തിൽ സുപ്രസിദ്ധ കനേഡിയൻ സൈക്കോളജിസ്റ്റ് ജോൺ അലൻ ലീ മുന്നോട്ട് വെക്കുന്നത് സ്നേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു തിയറിയാണ്. ഈ തിയറി സ്നേഹത്തിന്റെ രീതികളെ ഒരു കളർ വീലുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. കളർ വീലിൽ 3 പ്രാഥമിക വർണ്ണങ്ങളുള്ള പോലെ സ്നേഹത്തിനും 3 പ്രൈമറി സ്റ്റൈലുകളാണുള്ളത് എന്നാണ് ജോൺ ലീ പറയുന്നത്. ഒന്നാമത്തെ സ്റ്റൈൽ ഈറോസ് ആണ്. പാഷനേറ്റ് അല്ലെങ്കിൽ ഇറോട്ടിക് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കാണ് ഈറോസ്. ഈ സ്റ്റൈൽ ഓഫ് ലവിന് ശാരീരികവും വൈകാരികവുമായിട്ടുള്ള തലങ്ങളുണ്ട്. ഉത്തമനായ ഒരു വ്യക്തിയോട്, അത് സ്ത്രീയായാലും പുരുഷനായാലും, ഒരാൾക്ക് തോന്നുന്ന പ്രഥമ ദർശനത്തിലെ സ്നേഹമാണ് ഈറോസ്. അതിൽ ഇമോഷണൽ ആൻഡ് സെക്ഷൽ കെമിസ്ട്രി ഇൻവോൾവ് ആണ്. രണ്ടാമത്തെ സ്റ്റൈൽ ലൂഡസ് ആണ്. ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തന്നെ കളികൾ എന്നാണ്. അത് സ്നേഹത്തിന്റെ പ്ലേഫുൾ ആയിട്ടുള്ള, ഫണ്ണി ആയിട്ടുള്ള വശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുതരം ഫ്ലർട്ടേഷ്യസ് ആയിട്ടുള്ള ഒരു ലവ് ആണിത്. ഈ സ്റ്റൈൽ സ്നേഹം നിലനിർത്തുന്നവർക്ക് കമ്മിറ്റ്മെന്റ് ഭയമാണ്. ആരോടും കൂടുതൽ വൈകാരികമായിട്ട് അടുക്കാൻ അവർ മടിക്കും. സ്നേഹത്തിന്റെ ഒരു കളിയുടെ സ്വഭാവമാണ് ഈ സ്റ്റൈലിൽ ഉണ്ടാവുക. മൂന്നാമത്തെ സ്റ്റൈൽ സ്റ്റോർജ് ആണ്. ആ വാക്കിന്റെ ഗ്രീക്ക് അർത്ഥം പ്രകൃത്യാലുള്ള അടുപ്പം എന്നാണ്. ഈ സ്റ്റൈൽ കുടുംബക്കാർ തമ്മിൽ, അച്ഛനും അമ്മയും കുഞ്ഞും തമ്മിൽ, സഹോദരങ്ങൾക്കിടയിലൊക്കെയുള്ള സ്നേഹത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇതേ സ്നേഹം തന്നെയാണ് സൗഹൃദങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടാവുക. പലപ്പോഴും ലോങ് ടേം മാരേജിൽ എത്തുന്ന ബന്ധങ്ങളിലും ഈ സ്റ്റോർജ് എലിമെന്റ് വളരെ ശക്തമാകും. ഇങ്ങനെ പ്രാഥമികമായിട്ട് 3 സ്റ്റൈലുകൾ മുന്നോട്ട് വെച്ച ലീ തന്നെ പിന്നീട് സെക്കൻഡറി ആയിട്ടുള്ള 3 സ്റ്റൈലുകളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. ഒന്നാമത്തേത് മാനിയ. അത് ഈറോസും ലുഡസും തമ്മിൽ കലരുമ്പോഴാണ് ഉണ്ടാവുക. അതാണ് ഒബ്സഷൻ ലവ് അഥവാ സ്നേഹോന്മാദത്തിന് കാരണമാവുന്നത്. അത് വളരെയധികം ഇൻറ്റൻസ് ആണ്. അതിൽ ജലസി ഫാക്ടർ കാണും. ഇമോഷണലി അത് വളരെ വൊളറ്റൈലുമാകും. രണ്ടാമത്തെ സെക്കൻഡറി സ്റ്റൈൽ അറിയപ്പെടുന്നത് പ്രാഗ്മ എന്നാണ്. അത് ലുഡസിൻ്റെയും സ്റ്റോർജിൻ്റെയും ഒരു സങ്കലനമാണ്. അത് യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള സ്നേഹങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു. കമ്പാറ്റബിലിറ്റി, ലൈഫ് ഗോൾസ്, സ്റ്റെബിലിറ്റി തുടങ്ങിയ പല കാര്യങ്ങൾക്കും ഈ ടൈപ്പ് ലവിൽ വളരെ പ്രാധാന്യമുണ്ട്. മൂന്നാമത്തേത് അഗാപ്പെ. അത് ഈറോസിൻ്റെയും സ്റ്റോർജിൻ്റെയും ഒരു സങ്കലനമാണ്. ഗിവിങ്, അൺകണ്ടീഷണൽ ആൻഡ് സാക്രിഫിഷ്യൽ. അവനവനേക്കാൾ പാർട്ട്ണറിനെ പ്രയോറിറ്റൈസ് ചെയ്യും ഇതിൽ പെടുന്നവർ. ഈ സെൽഫ്ലെസ് ലവ് ഒക്കെ ഉണ്ടാവുന്നത് ഈ വികാരത്തിന്റെ പുറത്താണ്. 1986 റോബർട്ട് സ്റ്റേൺബർഗ് എന്നു പേരുള്ളൊരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് എന്നൊരു സിദ്ധാന്തം മുന്നോട്ട് വച്ചിരുന്നു. ഈ തിയറി പ്രകാരം സ്നേഹത്തിന് 3 ഘടകങ്ങളാണുള്ളത്. 1 ഇൻറ്റിമസി, 2 പാഷൻ, 3 കമ്മിറ്റ്മെന്റ്. ഈ 3 ഘടകങ്ങളും പല മാത്രയിൽ ചേരുമ്പോൾ പല തരത്തിലുള്ള സ്നേഹങ്ങൾ ഉണ്ടാവുന്നു.
ഉദാഹരണത്തിന് ഇൻറ്റിമസിയും കമ്മിറ്റ്മെൻറ്റും ചേർന്നാൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹമുണ്ടാവും. പാഷനും ഇൻറ്റിമസിയും ചേർന്നാൽ റൊമാൻറ്റിക് ലവ് ഉണ്ടാവും. സ്റ്റേൺബർഗിൻ്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് പറയുന്നത് മേൽപ്പറഞ്ഞ ഘടകങ്ങളിൽ രണ്ടോ അതിലധികമോ തമ്മിൽ കലർന്നുണ്ടാകുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ ഏതെങ്കിലും ഒരു ഘടകം മാത്രം മികച്ചു നിൽക്കുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളെക്കാൾ സ്ഥായിയാണ് എന്നാണ്. ഇൻറ്റിമസി, പാഷൻ, കമ്മിറ്റ്മെൻറ്റ് ഇത് മൂന്നും ചേർന്നാലുണ്ടാകുന്ന സ്നേഹത്തെ വിളിക്കാൻ സ്റ്റേൺബർഗ് ഉപയോഗിക്കുന്ന വാക്ക് കൺസുമേറ്റ് ലവ് എന്നാണ്. ഐഡിയൽ സിറ്റുവേഷൻ, അതിൽ ഇമോഷണൽ ക്ലോസ്നെസ് ഉണ്ട്, ഫിസിക്കൽ ഡിസയർ ഉണ്ട്, ഒപ്പം ലോങ് ടേം ഡെഡിക്കേഷനുമുണ്ട്. അങ്ങനെയുള്ള സ്നേഹം ഏറ്റവും ശക്തവും ശാശ്വതവുമാണ് എങ്കിലും അത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ എന്നും സ്റ്റേൺബർഗ് പറയുന്നു. സ്റ്റേൺബർഗിന് ശേഷം സ്നേഹത്തിന് വ്യാഖ്യാനം ചമയ്ക്കുന്നത് 1987 സിൻഡി ഹാസൻ, ഫിലിപ്പ് ഷേവർ എന്നീ 2 അമേരിക്കൻ ശാസ്ത്രജ്ഞർ ചേർന്നാണ്. അവർ തിയറൈസ് ചെയ്തത് അഡൾട്ട് റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അച്ഛനമ്മമാരോടുണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റ് പോലെ ഒരു ബയോ സോഷ്യൽ പ്രോസസ്സാണ് എന്നാണ്. ഇവരുടെ ഈ തിയറി മോഡൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റും സൈക്കോ അനലിസ്റ്റുമായ ജോൺ ബോൾബിയുടെ അറ്റാച്ച്മെൻറ്റ് തിയറിയിലാണ്. കുഞ്ഞുങ്ങളും അവരെ കുട്ടിക്കാലത്ത് നോക്കുന്ന കെയർ ഗിവർമാരും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് അവരുടെ ഭാവിയിലെ ബന്ധങ്ങളെയും സ്വാധീനിക്കും എന്നുള്ള ക്രാഡിൽ ടു ഗ്രേവ് തിയറിയാണ് ബോൾബിയുടേത്. ബോൾബി ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്ത ഈ തിയറിയിൽ പിന്നീട് മേരി എയിൻസ്വർത്ത് ആണ് എംപിറിക്കൽ സ്റ്റൈലുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഹസനും ഷേവറും ചെയ്തത് ഇതേ അറ്റാച്ച്മെന്റ് തിയറിയെ അഡൾട്ട് റൊമാൻസിലേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുകയാണ്. അവരുടെ തിയറി പ്രകാരം അഡൾട്ട് അറ്റാച്ച്മെന്റ് 3 തരത്തിലാണുള്ളത്. ഒന്ന് ആങ്ഷ്യസ് അഥവാ ആംബിവലന്റ്, തന്നെ പങ്കാളി സ്നേഹിക്കുന്നില്ല എന്ന ആശങ്ക ഈ കൂട്ടർക്ക് സദൈവ ഉണ്ടാവും. സദാ പങ്കാളിയുടെ കൂടെ പറ്റിച്ചേർന്ന് കഴിയാൻ വേണ്ടി നടത്തുന്ന ഇവരുടെ ശ്രമങ്ങൾ ഒടുവിൽ പങ്കാളിയെ ഇവരിൽ നിന്ന് അകറ്റുന്നതിലേക്ക് വരെ നയിക്കാറുണ്ട്. രണ്ടാമത്തെ സ്റ്റൈൽ അറിയപ്പെടുന്നത് അവോയ്ഡന്റ് എന്നാണ്. ഈ കൂട്ടർക്ക് പൊതുവെ മറ്റുള്ളവരോട് ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാൻ പ്രയാസമാകും. മറ്റൊരാളെ വിശ്വസിക്കാനും ഇവർ വല്ലാതെ പ്രയാസപ്പെടും. മൂന്നാമത്തെ സ്റ്റൈൽ സെക്യൂർ ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലിലുള്ളവർക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ പിന്തുടരുന്നവർക്ക് സ്വന്തം ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ കുറിച്ച് നല്ല ആത്മവിശ്വാസമായിരിക്കും. അതുപോലെ മറ്റൊരാൾ വന്നു കയറി ബന്ധം തകർന്നു പോകും എന്ന തരത്തിലുള്ള ആശങ്കകളും ഇവർക്ക് ഒട്ടും ഉണ്ടാവാറില്ല. 1988 അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എലൈൻ ഹാറ്റ്ഫീൽഡും സ്വന്തമായിട്ടുള്ള തിയറി മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പറയുന്നത് ലോകത്തിൽ 2 തരത്തിലുള്ള സ്നേഹം മാത്രമാണ് ഉള്ളത് എന്നാണ്. ഒന്ന് കമ്പാഷനേറ്റ് ലവ്, 2 പാഷനേറ്റ് ലവ്. കമ്പാഷനേറ്റ് ലവിലെ മുഖ്യ ഘടകങ്ങൾ മ്യൂച്വൽ റെസ്പെക്ട്, അറ്റാച്ച്മെന്റ്, അഫെക്ഷൻ, ട്രസ്റ്റ് എന്നിവയാണ്. അത് കുറെ കൂടി ഡീപ്പ്, കാം ആൻഡ് എൻഡ്യൂറിംഗ് ആണ്. ബോണ്ടിങ് ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവയാണ് ഇതിനെ ബൂസ്റ്റ് ചെയ്യുക. 2 വ്യക്തികൾക്കിടയിലെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ബലത്തിലാണ് കമ്പാഷനേറ്റ് ലവ് ശക്തി ആർജിക്കുക. ലോങ് ടേം മാരേജസിൽ ഇതാണ് നമുക്ക് കാണാനാവുക. പാഷനേറ്റ് ലവ് എന്ന് പറയുന്നതിന്റെ പ്രാഥമിക ശക്തി ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസും ശക്തമായിട്ടുള്ള ശാരീരിക ആകർഷണവുമാണ്. നമ്മൾ ഫോളിങ് ഇൻ ലവ് എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. പാഷനേറ്റ് ലവ് എന്ന് പറയുന്നത് ഇന്റൻസ്, ഇമോഷണൽ ആൻഡ് കൺസ്യൂമിംഗ് ആണ്. പാർട്ട്ണറിനെ കുറിച്ച് വളരെ ഒബ്സസീവ് ആയിട്ടുള്ള തിങ്കിങ് ഇതിൽ ഉൾപ്പെടുന്നവർക്ക് ഉണ്ടാവും. ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന നേരത്ത് ഇടയിൽ നിന്ന് അതുപോലുള്ള പ്രതികരണങ്ങൾ തിരികെ കിട്ടിയാൽ ഇവർ അത്യധികം ആനന്ദത്തിലാവും. ആ സമയത്ത് ഡോപ്പമിൻ, അഡ്രിനലിൻ എന്നീ ഹോർമോണുകൾ വളരെ കൂടുതൽ ഉണ്ടാകുന്നതുകൊണ്ട് ഒരുതരം ഹൈ സദാ ഇവരിൽ ഉണ്ടാവും. ഇവർ പാർട്ട്നേഴ്സിനെ ഐഡിയലൈസ് ചെയ്യും. ജലസി, ആങ്സൈറ്റി ഒക്കെയും ഇതിൽ സർവ്വസാധാരണമാണ്. റെസിപ്രോക്കേറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന വികാര പ്രകടനങ്ങൾ ഇവരെ വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും പതിയെ തള്ളിവിടും. ഇത്തരത്തിലുള്ള സ്നേഹം അല്പായുസാണ് എന്നും ഹാറ്റ്ഫീൽഡ് പറഞ്ഞു വെക്കുന്നു. മിക്ക കേസുകളിലും പാഷനേറ്റ് ലവിൽ തുടങ്ങുന്ന കളി ഒടുവിൽ സെറ്റിലാവുക കമ്പാഷനേറ്റ് ലവിലാവും. കാരണം അതിനാണ് ആയുസ് കൂടുതലുള്ളത്. മനുഷ്യർക്ക് പൊതുവെ ആഗ്രഹം ഉണ്ടാവുക, അവർ സ്വപ്നം കാണുക കമ്പാഷനേറ്റ് ലവിന്റെ സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും പാഷനേറ്റ് ലവിന്റെ അതിതീവ്രമായ വൈകാരിക പ്രകടനങ്ങളും ആനന്ദ അനുഭൂതികളും ഒരുപോലെയുള്ള ഒരു ബന്ധമാവും. എന്നാൽ അത് വളരെ അപൂർവമാണ് എന്നാണ് ഹാറ്റ്ഫീൽഡ് പറഞ്ഞു വെക്കുന്നത്. ഇനിയൊരു ചോദ്യമുള്ളത് സ്നേഹമാണോ ആഹാരമാണോ വലുത് എന്നതാണ്. ലാളലയോ അതോ നിലനിൽപ്പോ വലുത്? മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് തൊട്ടേ പലരും ഉത്തരം അന്വേഷിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. മനുഷ്യന്റെ അടിസ്ഥാന ചോദന അതെന്താണ്? സ്നേഹമാണോ അതോ വിശപ്പാണോ? എന്തിനാണ് മനുഷ്യൻ കൂടുതൽ പരിഗണന കൊടുക്കുന്നത്? ഈ വിഷയത്തിൽ വളരെ കുറച്ച് ആധികാരിക പഠനങ്ങൾ മാത്രമാണ് ശാസ്ത്രലോകം നടത്തിയിട്ടുള്ളത്. അവയിലൊന്ന് പ്രസിദ്ധ നരവംശാസ്ത്രജ്ഞനായിട്ടുള്ള ഹാരി ഹാർലോ റീസസ് കുരങ്ങളിൽ നടത്തിയ ചില പരീക്ഷണങ്ങളാണ്. ഹാർവിയുടെ ലാബിൽ 120 റീസസ് കുരങ്ങൾ ഉണ്ടായിരുന്നു. അവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അമ്മയും കുഞ്ഞും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രസവാനന്തരമുള്ള അമ്മയുടെ വേർപാട് കുട്ടിക്കുരങ്ങന്മാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെപ്പറ്റി അദ്ദേഹം നിരവധി പരീക്ഷണങ്ങളിലൂടെ പഠിക്കാൻ ശ്രമിച്ചു. അമ്മക്കുരങ്ങളിൽ നിന്ന് വേർപെടുത്തി പാർപ്പിച്ച കുട്ടിക്കുരങ്ങന്മാരെ കൃത്രിമമായിട്ടുണ്ടാക്കിയ 2 തരം അമ്മക്കുരങ്ങ് രൂപങ്ങളോട് ഇടപിടിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ആദ്യത്തെ രൂപം ഇരുമ്പ് കമ്പികൾ വളച്ചുണ്ടാക്കിയ പരുപരുത്ത ഒന്നായിരുന്നു. രണ്ടാമത്തേത് കമ്പിയിലുള്ള ഫ്രെയിമിന് മുകളിൽ തുണി ചുറ്റിയ കുറെ കൂടി മൃദുലവും സൗമ്യവുമായ ദേഹത്തോടു കൂടിയ ഒരു അമ്മക്കുരങ്ങ് രൂപവും.
ഒരൊറ്റ കാര്യത്തിലാണ് ഹാർവിയുടെ പരീക്ഷണം അസാധാരണമാവുന്നത്. കമ്പി മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ അമ്മക്കുരങ്ങിന്റെ കയ്യിൽ അദ്ദേഹം ഒരു കുപ്പി പാല് പിടിപ്പിച്ചിരുന്നു. എന്നാൽ ആ രൂപത്തെ കെട്ടിപ്പിടിക്കാനോ താലോലിക്കാനോ അത്ര സുഖം പോരായിരുന്നു. അത് ഏറെ പരുക്കനായിരുന്നു. രണ്ടാമത്തെ കുറെ കൂടി സൗമ്യമായ പ്രതലത്തോടു കൂടിയ അമ്മക്കുരങ്ങ് രൂപത്തിന്റെ കയ്യിലാകട്ടെ പാൽക്കുപ്പി ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നൽകാൻ അതിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ചേർത്ത് നിർത്താൻ പോന്ന മൃദുലമായൊരു ദേഹവും ചൂട് പകർന്നു നൽകുന്ന ഒരു നെഞ്ചും മാത്രമായിരുന്നു. ഇതിൽ ഏത് രൂപത്തോടാണ് കുട്ടിക്കുരങ്ങന്മാർക്ക് അടുപ്പം എന്നതായിരുന്നു ഹാർവിയുടെ പഠന വിഷയം. ഹാർവിയുടെ പഠനം നടക്കുന്നതിന് മുമ്പ് വരെയും ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് പരിണാമത്തിന്റെ അടിസ്ഥാനം പ്രായോഗികമായ നിലനിൽപ്പാണ് എന്നായിരുന്നു. അതിനുള്ള ചോദന മാത്രമാണ് ഏതൊരു ജീവിക്കും ഉള്ളത് എന്നായിരുന്നു. അതുപ്രകാരം ഈ കുട്ടിക്കുരങ്ങുകൾ നിലനിൽപ്പിന്റെ അമ്മിഞ്ഞപ്പാല് തരാനില്ലാത്ത അമ്മനെഞ്ചിന്റെ ചൂടിനേക്കാൾ ജീവൻ നിലനിർത്താൻ വേണ്ട പാല് തരുന്ന എന്നാൽ പരുപരുത്ത ഇരുമ്പിന്റെ കൂടിന്റെ രൂപത്തിലുള്ള അമ്മക്കുരങ്ങിനോട് വേണമായിരുന്നു അടുപ്പം കാണിക്കാൻ. എന്നാൽ ഹാർലോയുടെ പഠനങ്ങൾ തെളിയിച്ചത് നേരെ തിരിച്ചായിരുന്നു. ലാബിലെ കുട്ടിക്കുരങ്ങന്മാർക്ക് പാല് തരുന്ന അമ്മയേക്കാൾ പ്രിയം കെട്ടിപ്പിടിക്കാനും കുത്തിമറിയാനും പദമുള്ള അമ്മയായിരുന്നു. അവർ ഏതു നേരവും തുണിയിൽ തീർത്ത അമ്മക്കുരങ്ങ് രൂപത്തെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. വിശക്കുന്ന ഒരിത്തി നേരം മാത്രം ഒന്ന് ഏന്തി വലിഞ്ഞ് തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കുന്ന ഇരുമ്പ് കമ്പിയിൽ തീർത്ത അമ്മ രൂപത്തിലേക്ക് ചായും. അങ്ങനെ ചെയ്യുമ്പോൾ പോലും അവർ പൂർണ്ണമായും, അതായത് മാനസികമായും ശാരീരികമായും തങ്ങളുടെ മറ്റേ അമ്മയുടെ ദേഹത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുക. ഈ കുട്ടിക്കുരങ്ങന്മാരുടെ പെരുമാറ്റം ദിവസങ്ങളോളം നിരീക്ഷിച്ച ഹാർലോയ്ക്ക് ഒരു കാര്യം വ്യക്തമായി. ഒരു ജീവിയുടെ വളർച്ചയ്ക്ക് പോഷണത്തിന്റെ പ്രായോഗികതയേക്കാൾ അത്യാവശ്യമായിട്ടുള്ളത് സാന്ത്വനത്തിന്റെ, സ്നേഹത്തിന്റെ ഊഷ്മള സ്പർശമാണ് എന്ന് സത്യം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ബയോളജിക്കൽ കോറിൽ 3 വ്യത്യസ്ത ന്യൂറൽ സിസ്റ്റംസ് ആണ് നമ്മുടെ ഇന്റിമേറ്റ് ലൈഫിനെ നിയന്ത്രിക്കുന്നത്. അവ പൊതുവെ അപൂർവമായി മാത്രമേ അലൈൻ ചെയ്യാറുള്ളൂ എന്ന് മാത്രം. അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞയായിട്ടുള്ള ഹെലൻ ഫിഷർ പറയുന്നത് ലസ്റ്റ് അഥവാ കാമം നമ്മളെ പലതേക്കും നയിക്കുമ്പോൾ അട്രാക്ഷൻ അഥവാ ആകർഷണം അതിനെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുന്നുവെന്നാണ്. അറ്റാച്ച്മെന്റ് അഥവാ അടുപ്പമാണ് മനുഷ്യനെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള സ്ഥൈര്യം പകരുന്നത്. മനുഷ്യർ തമ്മിലുണ്ടാകുന്ന ഇണബന്ധങ്ങൾ ബൈ ഡിസൈൻ ടെമ്പററി ആണ് എന്നാണ് പറയുക. ഹ്യൂമൻ ന്യൂറോബയോളജി ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുള്ളത് സീരിയൽ ബോണ്ടിങ്ങിനാണ് എന്നും ഫിഷർ പറയുന്നു. പരമാവധി 4 വർഷമാണ് ഒരു ബന്ധത്തിന് അദ്ദേഹം ആയുസ് കൽപ്പിക്കുന്നത്. അതായത് മെയ്റ്റിംഗ് നടന്ന് ഗർഭമുണ്ടായി കുഞ്ഞിനെ ഒരു ഹണ്ടർ ഗാദറർ എൻവയോൺമെൻറ്റിൽ ഒരു പരുവം വരെ വളർത്തിക്കൊണ്ട് വരാനുള്ള സമയം. അതിനുശേഷം അതേ പാർട്ട്ണറുടെ കൂടെ തുടർന്നാൽ അതിന് പകരമായി കിട്ടുന്ന റീപ്രൊഡക്റ്റീവ് പേ ഓഫിൻ്റെ മൂല്യമിടിയും. ആ ഘട്ടത്തിൽ ഒരു ഇണയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുകയായിരുന്നു അന്നത്തെ പതിവ്. എന്നാൽ ഇങ്ങനെ വേറെ പാർട്ട്നേഴ്സിലേക്ക് പോകുന്നതിലൂടെ പൗരാണിക മനുഷ്യന് തൻ്റെ പിന്മുറക്കാരൻ്റെ ജനറ്റിക് വൈവിധ്യവും ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു ഇണയിൽ നിന്ന് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞിന് അതിൻ്റെ ജനറ്റിക് മാർക്കേഴ്സ് കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക മാരകരോഗം വരാനുള്ള സാധ്യത അധികമാണ് എങ്കിൽ മറ്റൊരു ഇണയിൽ കൂടി ഒരു കുഞ്ഞുണ്ടാക്കുന്നതിലൂടെ വംശം നിലനിൽക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഇങ്ങനെ നിരന്തരം ഇണകളെ പുരുഷൻ മാറി മാറി പ്രാപിച്ചുകൊണ്ടിരുന്നത് പക്ഷെ സമൂഹത്തിൽ സ്റ്റെബിലിറ്റി കുറയാൻ കാരണമായി. ഇണകൾ തമ്മിലുള്ള ശത്രുതയും തർക്കങ്ങളും ബന്ധങ്ങളിൽ വിള്ളലുകളും ഒക്കെ ഉണ്ടാകാൻ കാരണമായി. ഈ കെയോസ് ഒഴിവാക്കാൻ വേണ്ടി സമൂഹങ്ങൾ അവയുടെ ഏറ്റവും പുരാതനമായ, ഏറ്റവും ശക്തമായ നിയമങ്ങളിൽ ഒന്നിലേക്കെത്തി. അതായിരുന്നു ഇൻസെസ്റ്റ് ടാബു അഥവാ നിഷിദ്ധ ബന്ധങ്ങൾക്കുള്ള വിലക്ക്. സ്ട്രക്ചറൽ ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള ക്ലോഡ് ലെവിസ്ട്രോ പറഞ്ഞത് ഈ നിയമം കേവലം ബയോളജിക്കൽ മാത്രമായിരുന്നില്ല, പൊളിറ്റിക്കൽ കൂടി ആയിരുന്നു എന്നാണ്. സ്വന്തം കൂട്ടത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിന് വിലക്ക് വന്നതോടെ സമൂഹങ്ങൾ അവയിലെ പല സംഘങ്ങളെയും തമ്മിൽ ഇണകളെ പങ്കുവയ്ക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ വിവാഹം എന്നൊരു സങ്കല്പം കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി. അങ്ങനെ അത് ശത്രുതയിലായിരുന്ന വിവിധ ക്ലാനുകളെ പോലും തമ്മിൽ ചേർത്തു. വിവാഹം വഴി ബന്ധുത്വം വന്നതോടെ അവർക്കിടയിലെ ശത്രുതകളും അലിഞ്ഞില്ലാതെയായി. വിവാഹ സങ്കല്പം കാൽപ്പനികമായൊരു ബന്ധം എന്നതിനേക്കാൾ ഉപരി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയായി അന്ന് മാറുന്നു. പിന്നീട് ഇങ്ങോട്ട് മനുഷ്യകുലം പരിണാമദശയിൽ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ മേറ്റിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെ മനുഷ്യൻ പ്രകൃതിയുടെ ഡിമാൻഡിന് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. പോളിഗാമി പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്ന സമൂഹങ്ങളിൽ അവിടുത്തെ ശക്തരായ പുരുഷന്മാർക്ക് ഒരുപാട് ഇണകളും അവരിലൊക്കെ ഒരുപാട് മക്കളും അളവറ്റ സമ്പത്തും ഒരുപോലെ ഉണ്ടായി. ടിബറ്റ് പോലെ ചിലയിടങ്ങളിൽ ബഹുഭർത്തൃത്വവും പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്നു. അത് കുടുംബങ്ങളുടെ സമ്പത്ത് പലതായി വിഘടിച്ചു പോകാതെ കാത്തു. പിന്നെയും സമൂഹം സാംസ്കാരിക വികാസം പ്രാപിച്ചപ്പോഴാണ് മോണോഗമി അഥവാ ഒരാൾക്ക് ഒരൊറ്റ ഇണ മാത്രം എന്ന സങ്കല്പം ഉണ്ടായി വരുന്നത്. അതൊരിക്കലും മനുഷ്യൻ ഇൻസ്റ്റിങ്റ്റീവായിട്ട് എടുത്ത ഒരു തീരുമാനമല്ല. വൈകാരിക ബന്ധങ്ങളില്ലാത്ത മനുഷ്യരുടെ എണ്ണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബോധപൂർവമായ ഒരു നിയന്ത്രണമാണത്. അക്രമങ്ങൾ കുറയ്ക്കാനും സഹകരണം കൂട്ടാനും വേണ്ടി മനഃപൂർവ്വം കൊണ്ടുവന്ന ഒരു മാറ്റമാണത്. മനുഷ്യന്റെ ലൈംഗികമായ ചോദനകൾക്കുമേലെ സോഷ്യൽ ഓർഡറിനെ പ്രതിഷ്ഠിച്ച ഒന്ന്. ആധുനിക കാലത്തെ വിവാഹ ബന്ധങ്ങളുടെ അസ്ഥിവാരത്തിന് സംഭവിച്ച ഏറ്റവും വലിയ വിള്ളൽ അതിലെ റൊമാൻസ് എല്ലാ കാലവും നിലനിൽക്കും എന്നുള്ള അമിത പ്രതീക്ഷയായിരുന്നു. അറിയപ്പെടുന്ന കൾച്ചറൽ ആന്ത്രപ്പോളജിസ്റ്റായ മാർഗരറ്റ് മീഡ് ഇതിനെ വിളിക്കുന്നത് കൾച്ചറൽ ഓവർ റീച്ച് എന്നാണ്. ജൈവശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജീവിതം പല ഘട്ടങ്ങളിലായിട്ടാണ് പൂർത്തിയാവുക. ആദ്യ ഘട്ടം കടുത്ത ലൈംഗിക ആകർഷണത്തിൻ്റെതാണ്.
പിന്നാലെ യൗവനയുക്തർ തമ്മിൽ ഗാഢമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും. അതിൽ കുഞ്ഞുങ്ങളുണ്ടാവും. ഈ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള പേരൻറ്റിങ് ഉണ്ടാവും. ഒടുവിൽ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് കടക്കുമ്പോൾ പരസ്പരം ഊന്നുവടികളാവുന്ന കമ്പാനിയൻഷിപ്പും ഉണ്ടാവും. ഇത്രയും ഘട്ടങ്ങളാണ് ജീവിതത്തിൽ കടന്നു വരിക. വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും സ്ത്രീയും പതിറ്റാണ്ടുകളെടുത്ത് ഈ റോളുകളൊക്കെയും പെർഫോം ചെയ്യാൻ നിർബന്ധിതരാകും. അവർക്കിടയിലെ ബന്ധത്തിന് കാലപ്പഴക്കം വരുമ്പോൾ അതിൽ ഊഷ്മളത നിലനിർത്തുന്ന ആനന്ദം പകരുന്ന ഡോപ്പമിൻ മുൻപത്തെ അതേ ഡോസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെയാകും. അപ്പോൾ ഇണകൾക്കിടയിലെ പരസ്പര ആകർഷണത്തിനും സ്വാഭാവികമായിട്ടുള്ള ഇടിവ് സംഭവിക്കും. അത് പക്ഷേ മനുഷ്യ ജീവിതത്തിലെ ഒരു ട്രാൻസിഷണൽ ഫേസ് എന്ന മട്ടിലല്ല, ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ച അല്ലെങ്കിൽ പരാജയം എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുക എന്ന് മാത്രം. ഈ ആന്ത്രോപോളജിസ്റ്റ് മാർഗരറ്റ് മീഡ് തന്നെ അവരുടെ ജീവിതത്തിൽ 3 വിവാഹബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. പല അഭിമുഖങ്ങളിലും അവർ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന് ചുരുങ്ങിയത് 3 വിവാഹങ്ങളെങ്കിലും ആവശ്യമാണ് എന്നാണ്. ഒന്നാമത്തേത് യുവത്വത്തിലെ പാഷനേറ്റ് ആയിട്ടുള്ള ലവ്, രണ്ടാമത്തേത് പാരന്റിങ്ങിന് വേണ്ടി പരസ്പരം സഹകരിക്കുന്ന ഒരു ബന്ധം, മൂന്നാമത്തേത് വാർദ്ധക്യകാലത്ത് പരസ്പരം ഊന്നുവടികളാകുന്ന ഒരു സ്നേഹം. ഒരേ പങ്കാളിക്ക് ഒരിക്കലും ഈ 3 റോളുകളും നിർവഹിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല എന്നാണ് മീഡ് പറയുന്നത്. ജീവിതത്തിലെ ഈ റോൾ ട്രാൻസിഷനുകളെ മീഡ് കാണുന്നതും നാച്ചുറൽ പ്രോഗ്രഷൻ എന്ന നിലയ്ക്ക് മാത്രമാണ്, അല്ലാതെ വ്യക്തികളുടെ പരാജയങ്ങളെന്നല്ല. തൻ്റെ ജീവിതത്തിലെ ഓരോ വിവാഹവും ഓരോ പ്രായത്തിലെ ആവശ്യങ്ങൾക്ക് ഉതകും വിധത്തിലുള്ളവയായിരുന്നു എന്ന് മീഡ് അഭിപ്രായപ്പെടുന്നു. പ്രണയത്തിലെ പരാജയം ആരുടെയും ഹൃദയം തകർക്കുമെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിലെ ഈ ഹൃദയക്ഷതം ശരീരവേദനയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ന്യൂറോ സയൻസ് ഗവേഷകരായ നവോമി ഏസൻബർഗർ, ഈത്തൻ ക്രോസ് എന്നിവർ നടത്തിയ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ മനസ്സിന് ഇമോഷണൽ ലോസ് ഉണ്ടാകുന്ന ഹൃദയവേദനയും ശരീരത്തിൽ പരിക്കേൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല എന്നാണ്. ഒരു വ്യക്തി പ്രണയത്തിൽ തിരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രേമിച്ചിരുന്ന ഒരാളെ അയാൾക്ക് നഷ്ടപ്പെടുമ്പോൾ തലച്ചോറിലെ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് ആണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ മുറിവേറ്റാൽ അതിൻ്റെ വേദനയെ കൈകാര്യം ചെയ്യുന്ന അതേ ഇടം. പല ബ്രെയിൻ സ്കാനുകളും വെളിപ്പെടുത്തുന്നത് പ്രണയനഷ്ടത്തിൽ ലൈറ്റപ്പ് ചെയ്യപ്പെടുന്നത് നമുക്ക് എല്ലൊടിഞ്ഞ് വേദനിക്കുമ്പോൾ തലച്ചോറിൽ റെസ്പോണ്ട് ചെയ്യുന്ന അതേ ഭാഗമാണ് എന്നാണ്. ഉപേക്ഷിക്കപ്പെടുന്ന വേദനയെ തലച്ചോർ രജിസ്റ്റർ ചെയ്യുന്നത് ശരീരത്തിനുണ്ടാകുന്ന ഒരു കേടുപാട് എന്ന നിലയ്ക്ക് തന്നെയാണ്. അതേസമയം തലച്ചോറിൻ്റെ ഇൻറ്റേർണൽ ഓപ്പിയോയിഡ് സിസ്റ്റവും തകരാറിലാകുന്നു. അതോടെ ശരീരത്തിലെ നമ്മുടെ നാച്ചുറൽ പെയിൻ റിലീഫ് റിവാർഡ് സംവിധാനങ്ങളും താറുമാറാകുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് ബ്രേക്കിൻ്റെ ലക്ഷണങ്ങൾ, അതായത് ചങ്കുവേദന, ഓക്കാനം, നെഞ്ചിൽ വലിയൊരു കല്ലെടുത്ത് വെച്ച ഫീലിംഗ്, ഹൃദയം മുറിഞ്ഞ പോലെ തോന്നുക ഒക്കെ ഉണ്ടാകുന്നത്. ഈ സമയത്ത് തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുകൂടി നോക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഡാർക്കാവും. ഹെലൻ ഫിഷറും സഹഗവേഷകരും നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് അടുത്തിടെ പ്രണയനാരേശ്യം അനുഭവിച്ച അല്ലെങ്കിൽ പ്രണയത്തിൽ വഞ്ചിതരായിട്ടുള്ള വ്യക്തികൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോയ പങ്കാളികളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അവരുടെ ഡോപ്പമിൻ പാത്വേസ് വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നു എന്നാണ്. കൊക്കൈൻ അല്ലെങ്കിൽ നിക്കോട്ടിൻ പോലുള്ള സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ ആക്റ്റീവ് ആകുന്ന അതേ ഡോപ്പമിൻ പാത്വേസ് ആണ് ഇവിടെയും ഉണരുന്നത്. അതുവരെ തുടർച്ചയായ ഒരു വ്യക്തിയുടെ തലച്ചോറിൽ നിരന്തരം റിവാർഡിൻ്റെ സോഴ്സ് ആയിരുന്ന പങ്കാളി ഒറ്റയടിക്ക് ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ അത് നയിക്കുക ഗുരുതരമായ വളരെ ആത്മാർത്ഥമായ ഒരു വിഡ്രോവലിലേക്കാണ്. മയക്കുമരുന്ന് അടിമയായ ഒരു വ്യക്തിക്ക് മരുന്ന് നിഷേധിക്കപ്പെട്ടാൽ അടുത്ത ദിവസം മുതൽ അയാൾ എങ്ങനെ തൻ്റെ ഡോപ്പിന് വേണ്ടി കിടന്നു പിടയ്ക്കുമോ അതുപോലെ ഈ തലച്ചോർ നഷ്ടപ്പെട്ട സ്നേഹത്തിനു വേണ്ടി നമ്മോട് യാചിച്ചുകൊണ്ടേയിരിക്കും. പ്രണയം തകർന്ന ഉടനെയുള്ള ആഴ്ചകളിൽ വ്യക്തികൾ തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പങ്കാളികളുടെ അറ്റൻഷനും പരിചരണത്തിനും വേണ്ടി കൊതിക്കുക, അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുക, ഒട്ടും നിയന്ത്രണമില്ലാത്ത രീതിയിൽ പരസ്യമായിട്ടുള്ള വികാര പ്രകടനങ്ങൾ നടത്തുക, ഇതൊക്കെ ഉണ്ടാവുന്നത് ആ വ്യക്തിക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അയാളുടെ ഡോപ്പമിൻ സിസ്റ്റം പാടെ അപ്സെറ്റ് ആയതുകൊണ്ടാണ്. കാമുകിയുമായിട്ടുള്ള പഴയ ഇൻറ്റിമേറ്റ് ഫോട്ടോകൾ വീണ്ടും വീണ്ടും നോക്കിയിരിക്കുക, പഴയ ചാറ്റുകൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുക, പഴയ വോയിസ് ക്ലിപ്പുകൾ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് നോക്കുക, ഇതൊക്കെ ഒരാൾ ചെയ്യുന്നത് അയാളുടെ മോറൽ ഫെയിലിയർ കൊണ്ടല്ല. അത് നമ്മുടെ തലച്ചോറിന് അത്രയും ദിവസം മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്ന റിവാർഡ് ഒരു ദിവസം നിലയ്ക്കുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന വിഡ്രോവൽ സിംറ്റംസ് ആണത്. നമ്മളിന്ന് വളരെ അനാരോഗ്യകരമെന്ന് മുദ്രകുത്തുന്ന പല വികാരങ്ങളും, ഉദാഹരണത്തിന് ജലസി അഥവാ അസൂയ, ഒബ്സഷൻ, നിരാശ, ഇതൊന്നും തന്നെ തലച്ചോറിൻ്റെ ഡിസൈൻ ഫ്ലോസ് അല്ല. ഡോക്ടർ ഡേവിഡ് ബസിനെ പോലെയുള്ള എവല്യൂഷണറി സൈക്കോളജിസ്റ്റുകൾ കരുതുന്നത് ഇതെല്ലാം മസ്തിഷ്കത്തിൻ്റെ സേഫ് ഗാർഡ് മെക്കാനിസംസ് മാത്രമാണ് എന്നാണ്. ഉദാഹരണത്തിന് ജലസി എന്ന് പറയുന്നത് ഒരു സ്ത്രീ അതിജീവനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഫിസിയോളജിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉരുത്തിരിഞ്ഞു വന്നതാണ്. പൗരാണിക കാലത്ത് ഇണയെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ അടുത്ത ദിവസം മുതൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരിക, കുഞ്ഞിനെ വളർത്താൻ വേണ്ട ഷെയർഡ് ലേബർ ഇല്ലാതെ ആവുക, കുഞ്ഞിൻ്റെ അതിജീവനം പോലും ചോദ്യം ചെയ്യപ്പെടുക, അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷിതത്വം നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് അർത്ഥം. അന്ന് ജലസി എന്ന അടിസ്ഥാന വികാരമില്ലാത്തവർക്ക് അവരുടെ നിലവിലെ ഇണകളെ നഷ്ടപ്പെടുന്നതും അടുത്ത തലമുറ അതിജീവിക്കാതെ പോകുന്നതുമൊക്കെ പതിവായിരുന്നു. സ്വന്തം ഇണയുടെ മേൽ നിരന്തര ശ്രദ്ധ ഉണ്ടായിരുന്നവർ സ്വാഭാവികമായും ആ ബന്ധം നിലനിർത്തുകയും അടുത്ത തലമുറയെ ആരോഗ്യമുള്ളവരായി വളർത്തിക്കൊണ്ടുവരികയും അന്ന് ചെയ്തു പോന്നിരുന്നു. ബന്ധങ്ങളിലെ ഒബ്സഷൻ അവയെ അന്ന് ലോങ് ലാസ്റ്റിംഗ് ആക്കി മാറ്റി.
ഇണയെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതിരിക്കാൻ ആവാത്തവരുടെ ബന്ധങ്ങൾ സ്വാഭാവികമായും അന്ന് കൂടുതൽ ദൃഢമായിരുന്നു. ഇതിനിടെ വന്നിരുന്ന ഹാർട്ട് ബ്രേക്കുകൾ പലപ്പോഴും അലാറങ്ങളായിരുന്നു. ഒരിക്കൽ ഇണയെ നഷ്ടപ്പെട്ടാൽ അടുത്ത തവണ അത് ആവർത്തിക്കാതിരിക്കാൻ മനുഷ്യർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടും മറ്റുള്ള കടന്നുകയറ്റങ്ങൾ പൗരാണിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഡേറ്റർ അറ്റാക്കിൽ കുറഞ്ഞ് ഒന്നുമായിരുന്നില്ല. കാട്ടിലൊരു വ്യാഘ്രം പിടിച്ചു തിന്നാൻ അടുക്കുമ്പോൾ കാണിക്കുന്ന അതേ അർജൻസി അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രണയബന്ധങ്ങൾക്ക് നേരെ വരുന്ന ഭീഷണികളിലും അന്ന് പുലർത്തിയിരുന്നു. ഇങ്ങനെ അതിജീവനവുമായി സ്നേഹത്തെ ബന്ധിപ്പിച്ചപ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്ട്രീം ഹ്യൂമൻ ബിഹേവിയറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി തുടങ്ങി. നമ്മുടെ സർവൈവൽ സിസ്റ്റംസിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളിലാണ് സ്നേഹവുമായി ബന്ധപ്പെട്ടുള്ള പല കുറ്റകൃത്യങ്ങളും പിന്നീട് നടന്നിട്ടുള്ളത്. ഒരാൾ വഞ്ചിക്കപ്പെടുമ്പോൾ, ഉപേക്ഷിക്കപ്പെടുമ്പോൾ അയാളുടെ സെറോട്ടോണിൻ ലെവൽ വല്ലാതെ താഴേക്ക് കൂപ്പുകുത്തും. സ്ട്രെസ് ഹോർമോൺ ലെവലുകൾ അതേസമയം കുതിച്ചു പൊങ്ങുകയും ചെയ്യും. അതോടെ സാധാരണ നിലയ്ക്ക് നമ്മുടെ എടുത്തിയാട്ടങ്ങളെയും ക്രോധത്തെയും ഒക്കെ നിയന്ത്രിച്ചു നിർത്തുന്ന പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്റെ എഫിഷ്യൻസി കുറഞ്ഞു പോകും. പിന്നെ നമ്മുടെ പ്രവൃത്തികൾ പലതും ഡിഫെൻസീവ് ആകും, ഡിസ്ട്രക്റ്റീവ് ആകും. ചെയ്യുന്ന പ്രവൃത്തികളുടെ ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ സമയത്ത് ഒട്ടും മനസ്സിൽ വരികയില്ല. പ്രണയനൈരാശ്യം മൂത്ത് പല യുവാക്കളും പിന്നീട് അവർക്ക് പശ്ചാത്താപം തോന്നിയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ഈ ഹോർമോൺ റഷ് കൊണ്ടുകൂടിയാണ്. അതുപോലെ പ്രണയത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാക്രിഫൈസുകൾ പോലും വളരെ ഇൻറ്റലിജിബിൾ ആയിട്ട് തോന്നും. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾക്ക് നമ്മുടെ സെൽഫ് പ്രിസർവേഷനെ ഓവർറൈഡ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഒരു വ്യക്തി നമ്മുടെ മനസ്സിൽ ആകെ ഒരു ബാധ പോലെ കൂടിയിരിക്കുമ്പോൾ അവരുടെ രക്ഷ നമുക്ക് നമ്മുടെ സ്വന്തം സുരക്ഷയേക്കാൾ വലുതായിട്ട് തോന്നും. അതുകൊണ്ടാണ് പലപ്പോഴും വ്യക്തികൾ അവരുടെ പാർട്ട്ണർമാരെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും അപായത്തിലാക്കിക്കൊണ്ട് എടുത്തു ചാടുന്നത് നമ്മൾ കാണുന്നത്. പ്രണയത്തിൽ മനുഷ്യർ ഉന്മാദികളാകുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ടാണ്. ചിത്തഭ്രമം ബാധിക്കുന്നവർക്ക് സ്റ്റെബിലിറ്റി നഷ്ടമാകുന്ന അതേ ന്യൂറോ കെമിക്കൽ സിസ്റ്റങ്ങൾ തകരാറിലാക്കാനും സ്നേഹത്തിനാകും. ഡോപ്പമിൻ സർജുകൾക്ക് മനുഷ്യനെ മാനിയ സ്റ്റേജുകളിലേക്ക് ഉയർത്താനുള്ള കഴിവുണ്ട്. പ്രണയനൈരാശ്യ സമയത്ത് ഇതേ ഹോർമോണൽ ലെവലുകൾ വല്ലാതെ ഇടിയുന്നത് വിഡ്രോവലിനും ഡിപ്രഷനും കാരണമാകും. അതോടെ ഉത്കണ്ഠ, ഒബ്സഷൻ, എന്തിന് സൈക്കോട്ടിക് സിംറ്റങ്ങൾ വരെ മനുഷ്യർക്ക് ഉണ്ടാവും. ഇതേ ഇമോഷണൽ ഓവർലോഡിൽ നിന്നാണ് പലപ്പോഴും കലയും കവിതയും ഒക്കെ മനുഷ്യർ കണ്ടെടുത്തിട്ടുള്ളത്. നമ്മുടെ എല്ലാ ന്യൂറൽ സിസ്റ്റങ്ങളെയും ഒരേ സമയത്ത് ഫ്ലഡ് ചെയ്യുന്ന ഒരു വികാരത്തെ റാഷണലി മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ അപ്പോൾ നമ്മുടെ മസ്തിഷ്കം നടത്തും. വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള വികാര വിക്ഷോഭം ആയതുകൊണ്ട് ഭാഷയ്ക്ക് അപ്പോൾ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിജീവന ഭയം, റിവാർഡ്സ്, അറ്റാച്ച്മെന്റ്, വേദന എല്ലാം ഒരേ സമയത്ത് ഫയർ ആകും. സ്നേഹം അപ്പോൾ പുണ്ണുതോറും കൊള്ളിവെക്കുന്ന വേദനയായി മാറും. അപ്പോൾ നെഞ്ചിലുണ്ടാകുന്ന തിങ്ങിവിങ്ങൽ മനസ്സിലാക്കാൻ ഹൃദയത്തിന് സാധിച്ചു കൊള്ളണം എന്നില്ല. അങ്ങനെ ദേഹത്തെയും മനസ്സിനെയും ഒരുപോലെ പൊള്ളിക്കുന്ന സ്നേഹരാഹിത്യത്തിന്റെ ബാധയെ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ മൊഴിമാറ്റാൻ ശ്രമിക്കുമ്പോൾ കടലാസിലേക്ക് ഉതിർന്നു വീഴുന്ന വരികളെയാണ് നമ്മൾ കവിത എന്ന് വിവക്ഷിക്കാറുള്ളത്. പണ്ട് കാലത്ത് ഇണയെ കണ്ടെത്തുന്ന പ്രക്രിയ പല കാരണങ്ങളും കൊണ്ട് ലോക്കലായി പരിമിതപ്പെട്ടു നിന്നിരുന്നു. ഇണകളുടെ കാര്യത്തിൽ ക്ഷാമമുള്ള സാഹചര്യത്തിലും ഇണകൾ ധാരാളം ലഭ്യമാകുന്ന സാഹചര്യത്തിലും നമ്മുടെ തലച്ചോറിന്റെ റെസ്പോൺസ് രണ്ട് തരത്തിലാണ് ഉണ്ടാകാറുള്ളത്. ഒരുപാട് ചോയ്സ് ഉള്ളപ്പോൾ മനുഷ്യന് ഡിസിഷൻ പാരാലിസിസും അതുപോലെ എടുത്ത തീരുമാനത്തിൽ ഉറപ്പില്ലായകയും കൂടുതലായിട്ട് വരാനാണ് സാധ്യത. എല്ലാ കേസിലും അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാനാവണമെന്നില്ല എങ്കിലും ഇന്നത്തെ ചോയ്സ് ഓവർലോഡിനെ കുറിച്ചും കമ്മിറ്റ്മെന്റ് ആങ്സൈറ്റിയെ കുറിച്ചും ഒക്കെയുള്ള നിരവധി ഗവേഷണങ്ങൾ ഫണ്ട് ചെയ്യപ്പെടാനും മാത്രം അത് വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നുറപ്പാണ്. ഇന്നത്തെ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ ഈ ഡൈനാമിക്സിനെ കുറെ കൂടി ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. എൻഗേജ്മെന്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ആപ്പുകൾ പൊതുവെ പുതുമയിലും പുതിയ മാച്ചുകൾ ഉണ്ടാക്കുന്നതിന്റെ ആന്റിസിപ്പേഷനിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓരോ മാച്ച് അല്ലെങ്കിൽ മെസ്സേജ് വരുമ്പോഴും നമുക്ക് ചെറിയ ചെറിയ ഡോപ്പമിൻ ഹിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ അതേസമയം അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന തുടർച്ചയായ ഇന്ററാക്ഷന്റെ മേൽ വേണ്ടത്ര ശ്രദ്ധ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് പല യൂസർമാരുടെയും നിതാന്ത ശ്രദ്ധ പുതിയ പുതിയ കണക്ഷനുകൾ ജനറേറ്റ് ചെയ്യുന്നതിലാകും. ഒരിക്കൽ കണക്ട് ആവുന്ന ബന്ധങ്ങളിൽ ആ കണക്ഷൻ വളർത്തി വലുതാക്കി സുസ്ഥിരമായൊരു ബന്ധത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് അത്ര കണ്ട് താല്പര്യം ഉണ്ടാകണം എന്നില്ല. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ഡേറ്റിംഗ് ആപ്പ് വഴി ആരും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബന്ധങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുമല്ല. അങ്ങനെ ചെയ്തിട്ടുള്ള നിരവധി പേർക്ക് അതേപ്പറ്റി സാക്ഷ്യം പറയാനുണ്ടാകും. എന്നാൽ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ ഇവർക്കുള്ള ചില ശാഠ്യങ്ങൾ ഇവിടെ ഫ്രിക്ഷന് കാരണമാകും. ആങ്സൈറ്റി അല്ലെങ്കിൽ അവോയ്ഡൻസിന് വളരെ പെട്ടെന്ന് വശംവദരാകുന്ന വ്യക്തികൾ ഈ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ സംഭവിക്കാം. ഇന്നത്തെ കുട്ടികൾ പറയുന്ന സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്, ബ്രെഡ് ക്രംപിംഗ്, ബെഞ്ചിങ് തുടങ്ങിയ ജാർഗണുകൾ പലതും പ്രതിഫലിപ്പിക്കുന്നത് പാതി വഴി എത്തിച്ച് മരവിച്ചു നിൽക്കുന്ന റിലേഷൻഷിപ്പ് അറ്റംപ്റ്റുകളിലെ ഫ്രസ്ട്രേഷനാണ്. സ്നേഹത്തിന് പരിണാമദശയിലുണ്ടായ വികാസത്തെക്കുറിച്ചും അത് കൈവരിച്ച വിവിധ മാനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇതിനകം തന്നെ വളരെ വിശദമായി തന്നെ അറിഞ്ഞു കഴിഞ്ഞു. ചങ്ക് പറിച്ച് സ്നേഹിക്കാൻ ശീലിച്ച ഹൃദയത്തിന് തന്നെ എങ്ങനെയാണ് ഇണയുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന
മുഖത്ത് ആസിഡ് കോരി ഒഴിക്കുന്ന നിഗ്രോത്സുക അവസ്ഥയിലേക്ക് പോകാനാവുക എന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞ ശേഷം ബാക്കിയാവുന്ന ഒരു പ്രധാന ചോദ്യം, ഇവല്യൂഷണറി ബയോളജിസ്റ്റുകളെ പോലും കുഴപ്പിക്കുന്ന ഒരു $1 മില്യൺ ചോദ്യം ഇതാണ്: എന്താണ് സ്നേഹം? ഇവല്യൂഷൻസ് ഗ്രേറ്റസ്റ്റ് ഗാംബിൾ ഓർ ഇറ്റ്സ് മോസ്റ്റ് സക്സസ്ഫുൾ മിസ്റ്റേക്ക്? മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.